Hi friends, welcome to my YouTube channel. ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് +1 ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന 11ാമത്തെ ചാപ്റ്റർ അല്ല 12ാമത്തെ ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏതെന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരുന്നു, ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് ടെക്നിക് എന്ന് പറയുന്നതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് നമുക്കറിയാം എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളവിടെ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരെയായിരിക്കും, ഒരു കാർബൺ കോമ്പൗണ്ട്സ് ആയിരിക്കും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ കൺസിഡർ ശരി, അതിൽ എസെൻഷ്യൽ എലമെൻ്റ് എന്ന് പറയുന്നത് ഏത് ആയിരിക്കും, നമ്മളെടുക്കുന്ന കാർബൺ ആയിരിക്കും. നമ്മൾ എഴുതുന്ന പറഞ്ഞത് എസെൻഷ്യൽ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ എലമെൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ഒരു ഹൈഡ്രോ കാർബൺ എന്ന് പറയാം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇതിന് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരിക്കും, നമ്മളെടുക്കുന്ന കാർബണും പിന്നെ ഏതുണ്ടായിരിക്കും, ഒരു ഹൈഡ്രജനും അവിടെ ഉണ്ടാവും. ഇങ്ങനെ കാർബണും ഹൈഡ്രജനും മാത്രമാണ് ഉള്ളതെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം, ഹൈഡ്രോ കാർബൺ എന്നവിടെ പറയാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഈ കാർബണും ഹൈഡ്രജനും അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ എലമെൻറ്റ്സ് ആയ നൈട്രജൻ ഉണ്ടാകാം, സൾഫർ ഉണ്ടാകാം, ഓക്സിജൻ ഉണ്ടാകാം, പിന്നെ എന്തുണ്ടായിരിക്കാം, ഹാലജൻ ഗ്രൂപ്പും ഏതുണ്ടായിരിക്കാം, ഈ എടുക്കുന്ന കാർബണിൻ്റെ കൂടെ എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെടുക്കുന്ന ഏതിനെ, ഹൈഡ്രജനെ നമ്മൾ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. ഇങ്ങനെ ഒരു ഹൈഡ്രജനോ അല്ലെങ്കിൽ വൺ ഓർ മോർ ഹൈഡ്രജനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ നൈട്രജനോ ഓക്സിജനോ സൾഫറോ ഹാലജനോ കൊണ്ട് എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യിച്ച് നമുക്ക് എന്ത് ചെയ്യാമെന്ന് അറിയാമോ, ഈ പറഞ്ഞ പോലെ എന്താണ് ഹൈഡ്രോ കാർബൺ ഡെറിവേറ്റീവ്സ് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, പ്രിപ്പയർ അവിടെ ചെയ്യാം. ഇതാണ് നമ്മളെ ചാപ്റ്റർ എന്ന് പറയുന്നത്, ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ ഓർഗാനിക്. ഇതിൽ അടുത്ത് നമുക്ക് നോക്കാം സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഏത് സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ. ഇത് നമുക്കറിയാം ഒന്നാമത്തെ പോയിൻ്റ് ആയിട്ടുള്ളത് എന്താണ്, കംപ്ലീറ്റ് ഫോമിൽ. അത് നമ്മൾ പണ്ട് 8ലും 9ലൊക്കെ എഴുതി പഠിച്ചതാണ്. ഇത് കാർബൺ ഇട്ടിട്ട് ബോണ്ട് നമ്മൾ ലൈൻ ഉപയോഗിച്ച് നമ്മൾ കാണും. ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഫോമുല എന്ന് പറയുന്നത്. രണ്ടാമത്തത് കണ്ടൻസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെടുക്കുന്ന കോമ്പൗണ്ട് എന്ത് ചെയ്യും, CH3 സിംഗിൾ ബോണ്ട് CH3 എന്ന് മാത്രം നമ്മൾ കാണിക്കുന്നതാണ് ഇത് കണ്ടൻസ്ഡ് ഫോമുല എന്ന് പറയുമ്പോഴത്തേക്ക്. അടുത്തത് ബോണ്ട് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് എന്ത് ചെയ്യും, ചുമ്മാ ഒരു ലൈൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്, ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷനായിട്ട് വരുന്നത്. അടുത്ത് പിന്നെ എന്താണ്, പോളിഗൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊരു സൈക്ലിക് ഫോമായിട്ട് കൊണ്ട് കാണിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, പോളിഗൺ ഫോമിൽ എന്ന് പറയുന്നത്. 3D ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 3Dയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കാർബണിനുള്ള ഹൈഡ്രജൻ നമ്മൾ എന്ത് ഡാഷ് ലൈൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം കാണിക്കാം, അല്ലെങ്കിൽ ഒന്ന് ഡോട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം കാണിക്കാം. പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം കാണിക്കാം. ഇങ്ങനെ അവിടെ ഡാഷ് വെഡ്ജും ഉണ്ടാകാം, പിന്നെ പറയുമ്പോഴത്തേക്ക് സോളിഡ് വെഡ്ജും ഉണ്ടാകാം, പിന്നെ പറയുമ്പോഴത്തേക്ക് ഇതിൽ അപ്പം ഇതിൽ ബോണ്ടിൻ്റെ എന്താണ് സെയിം പ്ലെയിൻ ആയിട്ട് വരുമ്പോഴത്തേക്കാണ് അവിടെ നമ്മൾ എന്ത് കാണിക്കുന്നത്, ജസ്റ്റ് സാധാരണ നമ്മൾ കാണിക്കുന്നത് ഹൈഡ്രജൻ കാണിക്കുന്നത്. അതാണ് ഇത് ബോണ്ടിൻ്റെ പ്ലെയിൻ ഓഫ് പേപ്പർ വരുന്നത്. അതേസമയം എന്തുവാണ്, നമ്മൾ ഒബ്സർവറിന് എവേ ആണ് ഹൈഡ്രജൻ ഇരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്തുകൊണ്ട് കാണിക്കും, ഡാഷ് ഇട്ട് അവിടെ കാണിക്കും. ടുവേഴ്സ് ദി ഒബ്സർവർ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് കാണിക്കുന്ന അറിയാമോ, ഒരു ബോണ്ട് എന്താ സോളിഡ് വെഡ്ജ് ആയിട്ട് നമ്മൾ കാണിക്കും. ഇങ്ങനെ നമുക്ക് എന്ത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അല്ല നമുക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെയാണുള്ളത്, കംപ്ലീറ്റ് ഫോമുല ഉണ്ട്, പിന്നെ ഏതാണ് കണ്ടൻസ്ഡ് ഫോമുല ഉണ്ട്, പിന്നെ എന്താണ് ബോണ്ട് ലൈൻ ഫോമുല ഉണ്ട്, പോളിഗൺ ഉണ്ട്, പിന്നെ ഏതെന്ന് പറയുമ്പോഴത്തേക്ക് 3D ഡയമെൻഷൻ ഉണ്ട്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് മെയിൻലി നമ്മൾ ഏതൊക്കെയായിട്ട് മാറ്റും, ഓപ്പൺ ചെയിനായിട്ട് മാറ്റും, പിന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് സൈക്കിളാക്കി മാറ്റും. അപ്പം ഓപ്പൺ ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാർബൺ നമ്മൾ എന്ത് ചെയ്യും, ലീനിയറായിട്ട് നമ്മൾ എന്ത് ചെയ്യും എഴുതിപ്പോവും. ഇങ്ങനെ കാർബൺ എഴുതി പോകുന്നതിന് വിളിക്കുന്ന പേരാണ് ഏത്, ഓപ്പൺ ചെയിൻ എന്ന് പറയുന്നത്. അപ്പം സൈക്ലിക് അല്ലെങ്കിൽ റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോമ്പൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ റിംഗ് ആക്കി നമുക്ക് എന്ത് ചെയ്യാം കാണിക്കാം. ഇതാണ് 2 ടൈപ്പ് മെയിൻ ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട് ക്ലാസിഫിക്കേഷൻ. അതായത് അസൈക്ലിക് ഉണ്ട്, അല്ലെങ്കിൽ ഏതാണ് ഓപ്പൺ ചെയിൻ, അല്ലെങ്കിൽ അലിഫാറ്റിക്, അല്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടാമത്തേതാണ് ക്ലോസ്ഡ് ചെയിൻ. ഇനി ഇതിൽ ഈ അലിഫാറ്റിക്കിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് സാച്ചുറേറ്റഡ് ഉണ്ട്, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് അൺസാച്ചുറേറ്റഡ് ഉണ്ട്. അതായത്
കാർബൺ തമ്മിൽ നമ്മൾ എന്താണ് സിംഗിൾ ബോണ്ടാണ് വരുന്നതെങ്കിൽ അത് ഏതായിരിക്കും? സാച്ചുറേറ്റഡ്. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കാർബൺ തമ്മിൽ ഏത് ബോണ്ടാണ്? ഡബിൾ ബോണ്ടോ കാർബൺ തമ്മിൽ ഏത് ബോണ്ടാണ്? ട്രിപ്പിൾ ബോണ്ടോ ആണെങ്കിൽ അതെന്ന് പറയുമ്പോഴത്തേക്ക് ആരായിട്ട് വരും? നമ്മൾ കൺസിഡർ ചെയ്യുന്ന അൺസാച്ചുറേറ്റഡ് ആയിട്ട് മാറും. ഈ അൺസാച്ചുറേറ്റഡിൽ വരുന്ന എക്സാമ്പിളാണ് ഏതെന്ന് പറയുന്നത്? ആൽക്കീനും ആൽക്കൈനും. സാച്ചുറേറ്റഡിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? നമ്മളെടുക്കുന്ന ആൽക്കൈൻ. ഇനി അടുത്ത് നമുക്ക് നോക്കാം ഏതാണ് സൈക്ലിക് അല്ലെങ്കിൽ റിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് മാറ്റാം. ഒന്ന് ഹോമോസൈക്ലിക്കും ഉണ്ട്, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? ഹെട്രോസൈക്ലിക്. അപ്പോൾ ഹോമോസൈക്ലിക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ കാർബൺ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഏതായിരിക്കും? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹോമോസൈക്ലിക് ആയിരിക്കും. അതേസമയം ഹെട്രോസൈക്ലിക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ കാർബണും ഹൈഡ്രജനും അല്ലാണ്ട് വേറെ എന്തുണ്ടായും? ഒരു ഓക്സിജനോ നൈട്രജനോ ഒക്കെ വരുമ്പോഴത്തേക്ക് അത് ആരായിട്ട് മാറും? ഹെട്രോസൈക്ലിക് ആയിട്ട് മാറും. ഇനി ഈ ഹോമോസൈക്ലിക്കിനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെയെന്ന് പറയുമ്പോൾ അലീസൈക്ലിക്കും ഉണ്ട്, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? ആരോമാറ്റിക്കും ഉണ്ട്. ആരോമാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ റിങ്ങിനകത്ത് എന്ത് ചെയ്യും? ഓൾട്ടർനേറ്റ് ആയിട്ട് സിംഗിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ വരുന്നതാണ് ഏത്? ആരോമാറ്റിക് എന്ന് പറയുന്നത്. ഈ ആരോമാറ്റിക്കിനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഏതാണ്? ബെൻസിനോയിഡും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് നോൺ ബെൻസിനോയിഡും. ബെൻസിനോയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഗ്രൂപ്പ് എന്തുവാണ്? ബെൻസീൻ ഗ്രൂപ്പിലാണ് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ബെൻസിനോയിഡും. അപ്പം നോൺ ബെൻസിനോയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരിക്കും? സബ്സ്റ്റിറ്റ്യൂഷൻ ഗ്രൂപ്പായിട്ടുള്ളത് അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എവിടെയായിരിക്കും? ഒരു ബെൻസീൻ റിങ്ങിൽ ഡയറക്റ്റായിട്ട് ആയിരിക്കത്തില്ല. മനസ്സിലായില്ലേ? അതാണ് ഏതെന്ന് പറയുന്നത്? നോൺ ബെൻസിനോയിഡ്. അതായത് ബെൻസിനോയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ബെൻസീൻ റിങ്ങിൽ ഡയറക്റ്റായിട്ട് എന്തുണ്ടായിരിക്കും? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഗ്രൂപ്പോ ഫങ്ഷൻ ഗ്രൂപ്പോ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ബെൻസിനോയിഡും. നോൺ ബെൻസിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫങ്ഷൻ ഗ്രൂപ്പ് എന്തായിരിക്കും? ബെൻസീൻ റിങ്ങിൽ ശേഷം ആരായിരിക്കും? ഒരു CH2 ഗ്രൂപ്പ്. അതിലായിരിക്കും എഴുതിയിരിക്കുന്നത് ഒരു ഫങ്ഷൻ ഗ്രൂപ്പ് ഏതെങ്കിലും വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് ഏതാണ്? നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ടായിട്ട് വരാം. ഇനി അലീസൈക്ലിക്കും ഉണ്ട്, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആരോമാറ്റിക്, അതായത് നോർമൽ ചെയിനും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? നമ്മൾ എടുക്കുന്ന സൈക്ലിക് സ്ട്രക്ചറും വരുന്നതാണ് നമ്മൾ എടുക്കുന്ന ഏത്? ഈ പറയുന്ന ആരോമാറ്റിക്. ഇപ്പം ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതെന്ന് പറയുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ക്ലാസിഫിക്കേഷനായിട്ട് നമ്മളവിടെ വരുന്നത്. ഇനി നമുക്ക് നോക്കാവുന്നത് എന്താണ്? ഹോമോലോഗസ് സീരീസ് ഉണ്ട്. അപ്പോൾ ഹോമോലോഗസ് സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കോമ്പൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ്? CH4 ഉണ്ട്, അതിനുശേഷം വരുന്ന ഏതാണ്? C2H6 ഉണ്ട്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോമൺ ആയിട്ടുള്ള CH2 ആയിരിക്കും. ഇനി അടുത്ത് വരുന്ന ഏതായിരിക്കും? C3H8 ആയിരിക്കും. അതിൻ്റെ ഡിഫറൻസും ഏത് തന്നെയാണ്? ഈ പറയുന്ന CH2 തന്നെയാണ്. ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എ സീരീസ് ഓഫ് എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാകും. ഈച്ച് കണ്ടെയ്ൻ ഏതാണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഫങ്ഷൻ ഗ്രൂപ്പ് ഫോം ഏതാണ്? ഹോമോലോഗസ് സീരീസ് ആയിട്ട് മാറും. അപ്പോൾ ആ ഹോമോലോഗസ് സീരീസ് ഡിഫറൻറ്റ് എന്തായിരിക്കും? CH2 ഗ്രൂപ്പ് ആകാം, അല്ലെങ്കിൽ അവൻ്റെ ഡിഫറൻറ്റ് എത്രയായിരിക്കാം? 14 മാസ് യൂണിറ്റ് വരുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതെന്ന് പറയുന്നത്? ഹോമോലോഗസ് സീരീസ് എന്നവിടെ പറയുന്നത്. ഇനി അതിനുശേഷം നമുക്ക് നോക്കാവുന്നതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന്? അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു നോർമൽ എന്താണ്? ഒരു CH4 ഉണ്ട്. ഇപ്പം ഇതേതാണ്? ഹൈഡ്രോ കാർബൺ. കാർബണും ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. ഈ എടുക്കുന്ന ഹൈഡ്രോ കാർബണിൽ CH4ൽ ഒരു ഹൈഡ്രജൻ നമ്മൾ എന്ത് ചെയ്യും? മാറ്റിയിട്ട് പകരം നമ്മൾ അവിടെ എന്ത് കൊണ്ട് വയ്ക്കുകയാണ്? ഒരു വേറെ ഫങ്ഷൻ ഗ്രൂപ്പ് നമ്മൾ എന്ത് ചെയ്യും? കൊണ്ട് അവിടെ വയ്ക്കും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരു എലമെൻറ്റിനെ നമ്മൾ മാറ്റി പകരം എന്ത് ചെയ്യും? ഒരു ആറ്റമോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റമോ നമ്മൾ എന്ത് ചെയ്യും? കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കും, കമ്പൈൻ ചെയ്യിപ്പിക്കും. ഇതിന് വിളിക്കുന്ന പേരാണ് ഏതെന്ന്? ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോഴത്തേക്ക് ഈ ഫങ്ഷൻ ഗ്രൂപ്പ് നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്? OH ഗ്രൂപ്പ് ഉണ്ട്, ആൽഡിഹൈഡ് ഉണ്ട്, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെയിനായിട്ടുള്ള ഏതെന്ന് പറയുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് നമ്മൾ വരുന്നത്. അപ്പോഴത്തേക്ക് ഈ എടുക്കുന്ന ഫങ്ഷൻ ഗ്രൂപ്പ് അനുസരിച്ച് എന്ത് ചെയ്യും? ഈ പറഞ്ഞ കോമ്പൗണ്ട് എന്തെങ്കിലും കെമിക്കൽ പ്രോപ്പർട്ടീസ് അവിടെ മാറി വരും. ഇതാണ് ഫങ്ഷൻ ഗ്രൂപ്പ്. ഇനി നമുക്ക് നോക്കാം ഐസോമെറിസം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ഐസോമെറിസം എന്ന്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ കോമ്പൗണ്ട് എല്ലാം മോളിക്കുലർ ഫോമിൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും സ്ട്രക്ചറെല്ലാം വ്യത്യാസം ഉണ്ടാവും, ഇല്ലേ? അങ്ങനെ വരുന്നതിന് വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? ഐസോമെറിസം എന്ന് പറയുന്നത്. അപ്പം ഐസോമെറിസം മെയിനായിട്ട് നമുക്ക് ഏതൊക്കെ വരാം? ഒന്ന് പറയുമ്പോഴത്തേക്ക് സ്ട്രക്ചറൽ ഐസോമെറിസവും വരാം, പിന്നെ ഏതും വരാം?
നമ്മൾ ജോമെട്രിക്കൽ ഐസോമെറിസവും വരാം, പിന്നെ ഒപ്റ്റിക്കൽ ഐസോമെറിസം. ഇങ്ങനെ മൂന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രക്ചറൽ ഐസോമെറിസം നമുക്ക് നോക്കാം. സ്ട്രക്ചറൽ ആദ്യം നമ്മൾ നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ചെയിൻ ഐസോമെറിസമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചെയിൻ ഐസോമെറിസം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് അറൈസസ് ഡ്യൂ ടു ഡിഫറൻറ്റ് ഇൻ എന്താണ് അറേഞ്ച്മെൻറ്റ് ഓഫ് കാർബൺ ആറ്റം. അപ്പം നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കൊരു ബ്യൂട്ടൈൻ നമുക്ക് നോക്കാം. ബ്യൂട്ടൈൻ ഇവിടെ എന്താണ് CH3 നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എഴുതാം. അപ്പം N ബ്യൂട്ടൈൻ ആയിട്ട് മാറി. പിന്നെ നമുക്ക് എന്താക്കാം, ബ്രാഞ്ച് ആക്കി മാറ്റാം. CH3 ആക്കി മാറ്റാം. ഇങ്ങനെ നമുക്ക് എന്താക്കി മാറ്റാം, ഐസോ ബ്യൂട്ടൈൻ ആക്കി മാറ്റാം. രണ്ടിൻ്റെയും എന്താണ് മോളിക്കുലർ ഫോമിൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷേ എന്തുണ്ട്, അവൻ്റെ ചെയിനിൽ വ്യത്യാസമാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് വിളിക്കാം, ചെയിൻ ഐസോമെറിസം. അടുത്തത് പൊസിഷൻ ഐസോമെറിസം ആണ്. പൊസിഷൻ ഐസോമെറിസം വരുമ്പോഴത്തേക്ക് എന്താ, ഇറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ ഓഫ് ദീസ് സൈഡ് ചെയിൻ. അവിടെ ആകാം സൈഡ് ചെയിനിൻ്റെ പൊസിഷനാകാം, അല്ലെങ്കിൽ ഏതിൻ്റെ ആകാം, നമ്മൾ എടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂൻറ്റിൻ്റെ ആകാം, പിന്നെ അല്ലെങ്കിൽ ഏതാകാം, ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ആകാം, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആകാം. ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു എന്താണ് കോമ്പൗണ്ടിൽ ഫങ്ഷണൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ എന്താണ് ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂൻറ്റിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യും, മാറി വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഐസോമെറിസത്തിന് വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്, പൊസിഷൻ ഐസോമെറിസം. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഏതാണ്, ബ്യൂട്ട് 1നും ബ്യൂട്ട് 2നും രണ്ടിൻ്റെയും മോളിക്കുലർ ഫോർമുല സെയിം, പക്ഷേ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ബ്യൂട്ട് 1ലാകുമ്പോഴത്തേക്ക് ഫസ്റ്റ് കാർബണിലും ബ്യൂട്ട് 2ലാകുമ്പോഴത്തേക്ക് സെക്കൻഡ് കാർബണിലും വന്നു. ഇനി മൂന്നാമത്തെ ഐസോമെറിസമാണ് ഏതെന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഐസോമെറിസം. അപ്പോൾ ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എന്താണ് ഡിഫറൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പം ഡിഫറൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഐസോമെറിസം. ഇവിടെ നമുക്ക് എക്സാമ്പിൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതിലേതാണ് OH ഗ്രൂപ്പും ഇത് പറയുമ്പോഴത്തേക്ക് ഈതർ ഗ്രൂപ്പും വരുവാണ്. അപ്പോൾ രണ്ടിൻ്റെയും മോളിക്കുലർ ഫോർമുല സെയിമും, പക്ഷേ ഫങ്ഷൻ ഗ്രൂപ്പിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ഇതിന് വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഐസോമെറിസം നമ്മൾ പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം ഏതാണ്, മെറ്റാമെറിസം നമുക്ക് നോക്കാം. അപ്പം മെറ്റാമെറിസം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് അറൈസസ് ഡ്യൂ ടു ഡിഫറൻറ്റ് എന്താണ് ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പം അതായത് നമ്മൾ ഫങ്ഷൻ ഗ്രൂപ്പിൻ്റെ രണ്ട് സൈഡിലുമുള്ള കാർബണിൻ്റെ എണ്ണത്തിൽ എന്തുണ്ടാകും, വ്യത്യാസം ഉണ്ടാകും. ആ ഡിഫറൻസിൽ നമ്മൾ പറയുന്നതിന് വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറഞ്ഞാൽ മെറ്റാമെറിസം. എക്സാമ്പിൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം. ഇത് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അതിന് ഇപ്പുറത്തുള്ള കാർബണിൽ എന്താണ് CH2 അല്ലെങ്കിൽ എന്തുകൊണ്ട് 2 കാർബൺ, ഇവിടെയും 2 കാർബൺ. പക്ഷേ താഴത്തെ എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എത്ര കാർബണേ ഉള്ളൂ, 1 കാർബണും. ഇവിടെ എത്ര കാർബൺ ഉണ്ട്, 3 കാർബൺ ഉണ്ട്. ഇങ്ങനെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഡിഫറൻസിനുണ്ട്. അപ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് ഇത് മെറ്റാമെറിസം. ഇനി അടുത്തതാണ് ഏത്, ടോട്ടോമെറിസം. അതായത് നമുക്ക് എന്ത് ചെയ്യും, ടോട്ടോമെറിസം എന്ന് പറയുമ്പോഴത്തേക്ക് ദ ഡിഫറൻറ്റ് ഇൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൻഡ് എക്സിസ്റ്റ് ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. അതായത് അവർക്ക് പെട്ടെന്ന് സഡനായിട്ട് എന്ത് ചെയ്യും, ഇൻ്റർ കൺവേർഷൻ അവിടെ പോസിബിളാണ്. ഇങ്ങനെ ഇൻ്റർ കൺവേർഷൻ വഴിയായിട്ട് ഇവരെന്തായിട്ട് മാറും, സ്റ്റേബിളായിട്ട് മാറുന്നതിനെ വിളിക്കുന്ന പേരാണ് ടോട്ടോമെറിസം. ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അത് ഒരു പേരുണ്ട്, കീറ്റോ ഈനോൾ ഫോം ഉണ്ട്. അതായത് രണ്ടിനെയും ഫോമുല സെയിം ആണ്, പക്ഷേ എന്തുകൊണ്ട് വ്യത്യാസം, ഇതിലെന്ന് പറയുമ്പോഴത്തേക്ക് CO കീറ്റോ ഫോം ഒന്ന്, ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് OH ഗ്രൂപ്പ്. അപ്പം അതായത് കീറ്റോ ഈനോൾ ഫോമായിട്ട് മാറി. ഇതാണ് ടോട്ടോമെറിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് നമുക്ക് നോക്കുന്നതാണ് ജോമെട്രിക്കൽ ഐസോമെറിസം. അപ്പോൾ നമ്മൾ സ്ട്രക്ചറിൽ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ ജോമെട്രിക്കൽ ഐസോമെറിസം. ഇതിൽ ജോമെട്രിക്കൽ ഐസോമെറിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫറൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് എന്തായിരിക്കും, ആറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് അറൗണ്ട് ദി എന്താണ് ഡബിൾ ബോണ്ട്. ഒരു ഡബിൾ ബോണ്ടിന് ചുറ്റും നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ആറ്റത്തിനോ അല്ലെങ്കിൽ എന്താണ് ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനോ എന്താണ് ആ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. ആ അറേഞ്ച്മെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ജോമെട്രിക്കൽ ഐസോമെറിസം. ഇതിൽ രണ്ടായിട്ട് മാറ്റാം. ഏതാണ് സിസും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് ട്രാൻസ്ഫോം. സിസ് എന്ന് പറയുമ്പോഴത്തേക്ക് സിമിലർ ഗ്രൂപ്പെല്ലാം എന്താണ് ഒരേ സൈഡിൽ വരുമ്പോൾ ഇവിടെ XX എല്ലാം ഒരേ സൈഡിൽ വന്നുമ്പോൾ ഏതായിട്ട് മാറി സിസ്. അതേസമയം സിമിലർ ഗ്രൂപ്പ് അവിടെ ഏതാണ് ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് എന്ത് വിളിക്കാം, ട്രാൻസ്ഫോം. സിസ് എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം ഗ്രൂപ്പ് സെയിം സൈഡിൽ വരികയാണ്. അതേസമയം ട്രാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം ഗ്രൂപ്പ് എവിടെ വന്നു ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോഴത്തേക്ക് അത് ആരായിട്ട് മാറി, ട്രാൻസ്ഫോം ആയിട്ട് മാറി. ഇതാണ് നമ്മൾ എടുക്കുന്ന ഏത് ജോമെട്രിക്കൽ ഐസോമെറിസം. ഇതിൽ ചിലപ്പം എന്താണ് കാർബൺ അല്ലാതെ കാർബണും നൈട്രജനും വെച്ചുള്ളത് നമുക്ക് ചോദിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കുള്ളതിന് വിളിക്കുന്ന പേരാണ് ഏത് സിന്നും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ആൻറ്റിഫോം.
എന്താണ് ഡബിൾ ബോണ്ടിൻ്റെ സെയിം സൈഡിലാണ് ഫങ്ഷൻ ഗ്രൂപ്പ് വരുന്നതെങ്കിൽ ഏതാണ് വരുന്നത്? അതിൻ്റെ പേര് സിന്നും. ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോഴത്തേക്ക് അതിനെ വിളിക്കുന്ന പേരെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണെന്നറിയാമോ? ആൻറ്റി. അതാണ് നമ്മൾ അത് കാർബണിൻ്റെ കേസിൽ ഏതാണ്? സിസും ട്രാൻസും. അതേസമയം കാർബണും നൈട്രജനും തമ്മിൽ ആകുമ്പോഴത്തേക്ക് ഏതായിട്ട് മാറും? സിന്നും. പിന്നെന്ന് പറയുമ്പോഴത്തേക്ക് ആൻറ്റി ആയിട്ട് മാറും. ഇതാണ് നമ്മൾ നോക്കുന്ന ഏതെന്ന് പറയുമ്പോഴത്തേക്ക് ജിയോമെട്രിക്കൽ ഐസോമെറിസം. ഇനി ഇത് കണ്ടിട്ട് നമുക്ക് നോക്കുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഐസോമെറിസം. അപ്പം ഒപ്റ്റിക്കൽ ഐസോമെറിസത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഏതാണ്? സിമെട്രിക്കും ഉണ്ട്, പിന്നെ ഏതാണ്? അസിമെട്രിക്കും ഉണ്ട്. അതായത് ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് അനുസരിച്ച് കോമ്പൗണ്ട് എന്ത് ചെയ്യും? ക്ലോക്ക് വൈസ് ആയിട്ടോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടോ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അപ്പം ആ റൊട്ടേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? ഒപ്റ്റിക്കൽ ഐസോമെറിസം. അപ്പം രണ്ട് റൊട്ടേഷൻ ഉണ്ടാകും. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് ക്ലോക്ക് വൈസും ഉണ്ടാകാം, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? ആൻറ്റി ക്ലോക്ക് വൈസ്. ആ ക്ലോക്ക് വൈസിന് വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറഞ്ഞാൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററിയും. അതേസമയം ആൻറ്റി ക്ലോക്ക് വൈസിന് വിളിക്കുന്ന പേരാണ് നമ്മൾ ഏതെന്ന് പറഞ്ഞത്? ലൈവോ റൊട്ടേറ്ററി എന്നവിടെ പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു കൈറാൽ സെൻറ്റർ അവിടെ വേണം. കൈറാൽ സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എടുക്കുന്ന കാർബണിന് ചുറ്റുമുള്ള ഫങ്ഷൻ ഗ്രൂപ്പ് എന്തായിരിക്കും? ഫോർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഇരിക്കുന്നതെങ്കിൽ അവന് വിളിക്കുന്ന പേരാണ് ഇത് കൈറാൽ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കുന്നതിലൂടെ എന്ത് വേണം? ഒരു കൈറാൽ സെൻറ്റർ അവിടെ ഉണ്ടാകണം. ഓക്കെ, ഇതാണ് നമ്മൾ എടുക്കുന്ന ഇത് ഒപ്റ്റിക്കൽ ഐസോമെറിസം എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് ഒരു മോളിക്യൂളിന് എന്തുണ്ടാവും? ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മോളിക്യൂൾ ഹാസ് എന്താണ്? പ്ലെയിനോ സിമെട്രി. ഇറ്റ് ഈസ് എ അക്കൈറൽ ആൻഡ് മോളിക്യൂൾ നോ പ്ലെയിനോ സിമെട്രി എന്താണ്? കൈറൽ. ഇത് അവിടെ നോക്കി വെക്കണം. നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എന്നിട്ട് ഈസ് കൈറാൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ എന്ത് പാടില്ല? ഇറ്റ് ഹാസ് എന്താണ്? പ്ലെയിനോ സിമെട്രി ആയിരിക്കണം. ഇറ്റ് ഈസ് എന്താണ്? അക്കൈറാൽ ആൻഡ് ഇഫ് മോളിക്യൂൾ ഹാസ് നോ പ്ലെയിനോ സിമെട്രി ഇറ്റ് ഈസ് ഏതാണ്? കൈറാൽ എന്നവിടെ പറയുന്നത്. ഇതാണ് നമ്മൾ എടുക്കുന്ന ഏത് ഒപ്റ്റിക്കൽ ഐസോമെറിസത്തിന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മെയിനായിട്ട് വരുന്ന ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെയാണുള്ളത് നമുക്കറിയാം. ഒന്ന് ഏതാണ്? കാർബോ കാറ്റയോൺ ഉണ്ടാകാം, പിന്നെ ഏതാണ്? കാർബോ ആനയോൺ ഉണ്ടാകാം, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതുണ്ട്? ഫ്രീ റാഡിക്കലുണ്ട്. ഈ മൂന്ന് പേരുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു റിയാക്ഷനില്ല ഏത്? റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബോ കാറ്റയോൺ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ കാർബണിനെ നമ്മൾ എന്ത് ചെയ്യും? ഹോമോലിറ്റിക് ആണോ ഹെട്രോലിറ്റിക് ആണോ? ഹെട്രോലിറ്റിക് ബോണ്ട് ഫിഷൻ വഴിയായിട്ട് ഫോം ചെയ്യുന്നതാണ് കാർബോ കാറ്റയോൺ. അപ്പോൾ കാർബോ കാറ്റയോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻ എന്തുണ്ടായിരിക്കും? ഒരു പോസിറ്റീവ് ചാർജും അവിടെ ഉണ്ടായിരിക്കും. ഇനി ഈ കാർബോ കാറ്റയോണിൻ്റെ ഹൈബ്രിഡൈസേഷൻ നോക്കി വയ്ക്കണം. ഏതാണ്? sp2 ഹൈബ്രിഡൈസേഷനാണ്. ഇതിൽ സ്റ്റെബിലിറ്റി ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെബിലിറ്റി ഓർഡർ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ടെറിഷറിക്കായിരിക്കും ഏത് കൂടുതലെന്ന് പറയുന്നത്. ഇനി നമുക്ക് കാർബാനയോൺ നമുക്ക് നോക്കാം. അതായത് ഇവിടെ എന്താണ്? ഹെട്രോലിറ്റിക് ക്ലീവേജ് വഴിയായിട്ട് ഫോം ചെയ്യുന്നതാണ് ഇത് കാർബാനയോൺ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ എന്ത് ചാർജ് ഉണ്ടായിരിക്കും? ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. പക്ഷേ ഇവൻ്റെ ഹൈബ്രിഡൈസേഷൻ ഏതെന്ന് പറയുമ്പോൾ sp3 ഹൈബ്രിഡൈസേഷൻ. ഇവൻ്റെ ഓർഡർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പ്രൈമറിക്കാണ് എന്തെന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി അവിടെ കൂടുതൽ. ഇനി ഫ്രീ റാഡിക്കൽ നമ്മൾ നോക്കുമ്പോൾ ഹോമോലിറ്റിക് ബോണ്ട് ഫിഷൻ വഴിയായിട്ട് ഫോം ചെയ്യുന്നതാണ് ഇത് ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. ഇവൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? sp2. ഇതിലെ സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണ്? ടെറിഷറിക്കായിരിക്കും. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതെന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് എന്ന് നമ്മളവിടെ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം അറ്റാക്കിംഗ് റിയേജൻ്റ് ഏതൊക്കെയാണെന്ന്. ഓർഗാനിക്കിൽ അറ്റാക്കിംഗ് റിയേജൻ്റ് ഏതൊക്കെയാണെന്ന്. ഒന്ന് ഇലക്ട്രോഫൈലുണ്ട്, രണ്ടാമത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? ന്യൂക്ലിയോഫൈലുണ്ട്, പിന്നെ നോക്കുമ്പോഴത്തേക്ക് ആംബിഫൈലുണ്ട്. അപ്പം ഇലക്ട്രോഫൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്തുണ്ടായിരിക്കും? ഇലക്ട്രോഫൈലാണ്. അപ്പോൾ ഇലക്ട്രോൺ ലവിങ് ആണ് ഏത്? ഇലക്ട്രോഫൈൽ. അപ്പോൾ അവൻ്റെ ചാർജ് എന്തായിരിക്കും? ഇലക്ട്രോൺ ലവിങ്ങിൻ്റെ ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരിക്കും? പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ എടുക്കുന്ന ഏത്? പോസിറ്റീവിൻ്റെയും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂട്രലിൻ്റെയും. ഇനി ന്യൂക്ലിയോഫൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരിക്കും? ന്യൂക്ലിയസ് ലവിങ് ആണ് ഏത്? ന്യൂക്ലിയോഫൈൽ. അപ്പോൾ അവൻ്റെ ചാർജ് എന്തായിരിക്കാം? ഒന്നുകിൽ നെഗറ്റീവ് അല്ലെങ്കിൽ ഏതായിരിക്കണം? ന്യൂട്രൽ മോളിക്യൂൾ വരുന്നതാണ് ന്യൂക്ലിയോഫൈൽ. അതിൻ്റെയും എക്സാമ്പിൾ ഉണ്ട്, ചാർജ് ഉള്ളതും പിന്നെ പറയുമ്പോഴത്തേക്ക് ന്യൂട്രൽ ഉള്ളതും. ഇനി ആംബിഫൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ആരായിട്ട് മാറും? ഇലക്ട്രോഫൈലോ അല്ലെങ്കിൽ ന്യൂക്ലിയോഫൈലോ ആയിട്ട് ആക്ട് ചെയ്യുന്ന അറ്റാക്കിംഗ് റേഞ്ചിനെ വിളിക്കുന്ന പേരാണ് ആംബിഫൈൽസ് എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ട്? ചാർജ് ഉള്ളതുകൊണ്ട് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? ന്യൂട്രൽ ആയിട്ടുള്ളതും ഉണ്ട്.
ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെയിനായിട്ടുള്ള അറ്റാക്കിംഗ് റിയേജൻ്റായിട്ട് വരുന്നത്. അപ്പോൾ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ നോക്കിയാലും എന്തുണ്ടാവും, ഈ പറഞ്ഞ റിയേജൻസ് അവിടെ ഉണ്ടാവും. ഏതാണ് അറ്റാക്കിംഗ് റിയേജൻ്റ് അവിടെ ഉണ്ടാവും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഏതാണോ ഒരു കാർബോകാറ്റയാണോ അല്ലെങ്കിൽ കാർബാനയാണോ ഫ്രീ റാഡിക്കൽ അവിടെ ഫോം ചെയ്യും. ഇനി അടുത്ത് നമുക്ക് നോക്കാം ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് ഇൻ കോവാലൻ ബോണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പ്ലസ് 1 പഠിച്ചു നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും എന്താണ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റിൽ. ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു കാർബൺ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവൻ എന്തുവാണ്, ഒരു ചാർജുമില്ല, ന്യൂട്രലായിരിക്കും. പക്ഷേ ഈ എടുക്കുന്ന കാർബണിൻ്റെ കൂടെ ഏതൊരു ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് ഒരു ഹാലജനോ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കോമ്പൗണ്ട് ആരായിട്ട് മാറും, പോളാറായിട്ട് മാറും. കാരണം അവിടുത്തെ എന്തുകൊണ്ടായിരിക്കും, ഇലക്ട്രോണിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇതിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് ഓഫ് കോവാലൻ ബോണ്ട്. അപ്പം എന്തൊക്കെ കാരണങ്ങളിൽ എങ്ങനെയൊക്കെ എന്ത് ചെയ്യാം ഒരു കോവാലൻ കോമ്പൗണ്ടിന് ചാർജ് കിട്ടാൻ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് എലോങ് സാച്ചുറേറ്റഡ് ചെയിൻ. അപ്പം ഒരു സാച്ചുറേറ്റഡ് ചെയിനിലെ സിഗ്മ ഇലക്ട്രോൺസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിന് വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റ്. എന്തുകൊണ്ടായിരിക്കും ഇൻഡക്റ്റീവ് എഫക്റ്റ് വരുന്നത്? 2 കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഡ്യൂ ടു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പോ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇൻഡക്റ്റീവ് എഫക്റ്റ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം എന്തുവാണ്, ഈ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് കാരണമാണ് സംഭവിക്കുന്നതെങ്കിൽ പ്ലസ് ഐ എഫക്റ്റും, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ കൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ മൈനസ് ഐ എഫക്റ്റും. അപ്പം ഈ എക്സാമ്പിൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പോ വരുന്നതനുസരിച്ചാണ് എന്ത് സംഭവിക്കുന്നത്, കോമ്പൗണ്ടിന് എന്താണ് സിഗ്മ ഇലക്ട്രോൺസിന് അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം 2 ടൈപ്പ് എന്താണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ടാകാം, പ്ലസ് ഐ എഫക്റ്റ് ഉണ്ടാകാം, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് മൈനസ് ഐ എഫക്റ്റ് ഉണ്ടാകാം. പ്ലസ് ഐ എഫക്റ്റ് പറഞ്ഞാൽ അവിടെ എന്ത് വേണം, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും. മൈനസ് ഐ പറഞ്ഞെങ്കിൽ അവിടെ എന്ത് വേണം, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഈ കാണുന്നതാണ് നമ്മൾ കാണിക്കുന്നത് പ്ലസ് ഐ എഫക്റ്റ് കാണിക്കുന്നത്, മൈനസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തതാണ് നമ്മൾ ഏതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺ ഓഫ് മൾട്ടിപ്പിൾ ബോണ്ട്സ് ടുവേഴ്സ് വൺ ഓഫ് ദി ബോണ്ടഡ് ആറ്റം. അപ്പോൾ ഒരു അറ്റാക്കിംഗ് റിയേജൻറ്റ് വരുമ്പോഴത്തേക്ക് പൈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ആവും. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കോമ്പൗണ്ട് എന്ത് ചെയ്യും, പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജോ വരുന്നതിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഇവിടെയും 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്ലസ് സിയും, രണ്ടാമത് പറയുമ്പോഴത്തേക്ക് മൈനസ് ഇ എഫക്റ്റും. പ്ലസ് ഇ എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ടുവേഴ്സ് ദി ആറ്റം ടു വിച്ച് അറ്റാക്കിംഗ് റിയൻ ഗെറ്റ് അറ്റാച്ച്. അതായത് അറ്റാക്കിംഗ് റിയൻ്റ് അറ്റാച്ച് ചെയ്യുന്നതിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ പ്ലസ് ഐ എഫക്റ്റ്. അല്ലെങ്കിൽ അതിൽ നിന്ന് അറ്റാക്കിംഗ് റിയൻ അറ്റാച്ച് ചെയ്യുന്നതിന് എവയാണ് എന്താണ് ഇലക്ട്രോൺ പോകുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് എന്ന് പറയുമ്പോഴത്തേക്ക് മൈനസ് ഇ എഫക്റ്റ് എന്ന് പറയാം. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് റെസണൻസ് എഫക്റ്റ് ആണ്. റെസണൻസ് എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ റെസണൻസ് എഫക്റ്റിന് വേറെ പേരുണ്ട്, എന്താണ് മീസോമെറിക് എഫക്റ്റ് ഉണ്ട്. അപ്പം മീസോമെറിക് എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എന്ത് കിട്ടും, പൊളാരിറ്റി കിട്ടും, ചാർജ് കിട്ടുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡ്യൂ ടു ദ ഇൻട്രാക്ഷൻ ഓഫ് പൈ ബോണ്ട് ഓർ ആൻഡ് ലോൺ പെയർ ഇലക്ട്രോൺ. അതായത് ഒരു കാർബൺ കോമ്പൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അതിലെ പൈ ഇലക്ട്രോൺസ് കൊണ്ടോ അല്ലെങ്കിൽ പൈ ഇലക്ട്രോണും ലോൺ പെയർ ഇലക്ട്രോൺസിനെ ഇൻട്രാക്ഷൻ കൊണ്ടോ ഒരു കോമ്പൗണ്ട് എന്ത് കിട്ടും, പൊളാരിറ്റി ചാർജ് കിട്ടുന്നെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത് റെസണൻസ് എഫക്റ്റ് അല്ലെങ്കിൽ മീസോമെറിക് എഫക്റ്റ്. ഇവിടെയും 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്, പ്ലസ് ആർ എഫക്റ്റും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് മൈനസ് ആർ എഫക്റ്റും. ഇതാണ് നമ്മൾ റെസണൻസ് എഫക്റ്റ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് നമുക്ക് എന്താണ് ആ റെസണൻസ് എഫക്റ്റ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാവും അവിടെ വരുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുന്നതാണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. അതായത് ഡീലോക്കലൈസേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് ഓഫ് CH ബോണ്ട് ഓഫ് ആൻ ആൽക്കൈൽ ഗ്രൂപ്പ്.
ഇതാണ് നമ്മൾ എഴുതുന്ന ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഡബിൾ ബോണ്ടിന് ശേഷമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിലെ കാർബൻ്റെ ഹൈഡ്രജൻ്റെയും ബോണ്ടിൻ്റെ സിഗ്മ ഇലക്ട്രോൺസിൻ്റെ ഡീലോക്കലൈസേഷന് വിളിക്കുന്ന പേരാണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം കൂടെ നോക്കണം. ഫോർ ആൻ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ടു അൺസാച്ച്ഡ് സിസ്റ്റം ഇറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് നമ്പർ ഓഫ് ഏതാണ് ആൽഫ ഹാലജൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി വരുന്ന ആർക്കായിരിക്കും നമ്മൾ എടുക്കുന്നത് CH3 ആയിരിക്കും. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതെന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മളിത് വേഗം പറഞ്ഞു പോകുന്നതാണ്, കാരണം നമ്മൾ പ്ലസ് വണ്ണിൽ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് എന്ത് ചെയ്യും അത് മനസ്സിലാവും. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാം മെത്തേഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഏതാണ് ഓർഗാനിക് കോമ്പൗണ്ട് എന്നുള്ളത്. ഇതിൽ മെത്തേഡിൽ ഒന്നാമത്തേതെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ക്രിസ്റ്റലൈസേഷൻ. നമുക്ക് നോക്കാം. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് മിക്സ്ചർ ഓഫ് ഡിഫറെൻറ്റ് സോല്യൂബിലിറ്റി ഓഫ് ഏതാണ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഇറ്റ്സ് ഇമ്പ്യൂരിറ്റീസ് ഇൻ ദി സോൾവെൻറ്റ്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സോല്യൂബിലിറ്റി ഡിഫറൻറ്റ് വെച്ച് എന്തുവാണ് സോൾവെൻറ്റിനെയും ഇമ്പ്യൂരിറ്റിയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇത് ക്രിസ്റ്റലൈസേഷൻ. എക്സാമ്പിൾ നമുക്കറിയാവുന്ന കാര്യമാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സിമ്പിൾ ഡിസ്റ്റിലേഷനാണ്. സിമ്പിൾ ഡിസ്റ്റിലേഷൻ ആകുമ്പോഴത്തേക്ക് എന്നാൽ എ മിക്സ്ചർ ഓഫ് ലിക്വിഡ്സ് ഹാവിങ് സഫിഷ്യൻറ്റ് ഡിഫറൻസിന് എന്താണ് ബോയിലിംഗ് പോയിൻറ്റ്. അപ്പം നമ്മൾ കൺസിഡർ ഒരു മിക്സറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് ഡിഫറൻസിൽ നമുക്ക് എന്ത് ചെയ്യാം കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാം. അതിന് വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത് സിമ്പിൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയായിരിക്കും നമ്മൾ എടുക്കുന്ന ക്ലോറോഫോമും അനിലീനും. കാരണം അവന്മാരുടെ ബോയിലിംഗ് പോയിൻറ്റ് എന്തുകൊണ്ട് വ്യത്യാസമുണ്ട്. ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 334 പിന്നെ എന്ന് പറയുമ്പോൾ എത്രയാണ് 547 കഴിഞ്ഞു. അപ്പം നല്ല ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് എന്തൊക്കെയാണ് സിമ്പിൾ മെത്തേഡ് വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനാണ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് when mixed of two or more miscible liquids which have BP എന്ന് പറയുമ്പോൾ ബോയിലിംഗ് പോയിൻ്റ് എന്താണ് ക്ലോസ് ടു ഈച്ച് അതർ. അപ്പം ബോയിലിംഗ് പോയിൻറ്റ് ഡിഫറൻസ് വളരെ കുറവ് മാത്രമാണ് ഉള്ളതെങ്കിൽ അങ്ങനത്തെ മിക്സ്ചർ ഓഫ് കോമ്പൗണ്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. എക്സാമ്പിൾ നമുക്കറിയാം ഏതാണ് അസറ്റോണും ഉണ്ടാകും പിന്നെ പറയുമ്പോഴത്തേക്ക് മീഥൈൽ ആൽക്കഹോൾ. കാരണം അവരുടെ ബോയിലിംഗ് പോയിൻറ്റ് ഡിഫറൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നമുക്കവിടെ നോക്കാം. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സ്റ്റീം ഡിസ്റ്റിലേഷനാണ്. അപ്പം നമ്മൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മിക്സ്ഡ് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് ആർ ഏതാണ് വോളറ്റൈൽ ഇൻ സ്റ്റീം ആകണം, നോട്ട് മിസിബിൾ വിത്ത് എന്താണ് വാട്ടർ ആകണം, പോസസ് എ വേപ്പർ പ്രഷർ അബൌട്ട് എത്രയാണ് 10 to 15 mmHg ആകണം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കണ്ടെയ്ൻ എന്താണ് നോൺ വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ്. ഇങ്ങനത്തെ എന്താണ് പ്രോപ്പർട്ടീസ് വരുന്നതിന് നമ്മൾ സെപ്പറേറ്റ് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇത് സ്റ്റീം ഡിസ്റ്റിലേഷൻ. അപ്പോൾ ഏതൊക്കെയാണെന്ന് പറയുന്നത് വോളറ്റൈൽ ഇൻ സ്റ്റീം ആകണം. രണ്ടാമത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് നോട്ട് മിസിബിൾ വിത്ത് വാട്ടർ ആകണം, സോൾവ് ആകാൻ പാടില്ല. പോസസ് വേപ്പർ പ്രഷർ എത്ര ആയിരിക്കണം 10 to 15 ആയിരിക്കണം. കണ്ടെയ്ൻ നോൺ വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ് ആകണം. അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് എന്താണ് നോൺ വോളറ്റൈലും ആകണം. അപ്പോൾ അനിലീൻ വാട്ടർ ആണ്. പിന്നെ പ്യൂരിഫിക്കേഷൻ ഓഫ് നൈട്രോ ബെൻസീൻ, ഓർത്തോ നൈട്രോൾ എന്താണ് ഫീനോൾ, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് സ്റ്റീം ഡിസ്റ്റിലേഷൻ. അസിയോട്രോപിക് ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് മിക്സ്ചർ വിത്ത് കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് പോയിൻറ്റ്, അതാണ് അസിയോട്രോപിക് മിക്സ്ചർ. നമ്മൾ +2 നമ്മൾ പഠിക്കുന്നതാണ് ഇത് അസിയോട്രോപിക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കും മിക്സ്ചർ വിത്ത് കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് പോയിൻ്റ് ഉള്ളതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് അസിയോട്രോപിക് ഡിസ്റ്റിലേഷൻ. എക്സാമ്പിൾ എത്തനോളും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതും വരുന്നുണ്ട് വാട്ടറോടെ വരുന്നുണ്ട്. ഇനി വാക്യൂം ഡിസ്റ്റിലേഷനാണ്. അതായത് നമ്മൾ നോക്കുന്നത് മിക്സ്ചർ ഓഫ് ഹൈ ബോയിലിംഗ് ലിക്വിഡ്സ് വിച്ച് ഡീകമ്പോസസ് ഓർ ബിലോ ദെയർ ബോയിലിംഗ് പോയിൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മിക്സ്ചറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് എന്തായിരിക്കും മിക്സ്ചർ ഓഫ് ഹൈ ബോയിലിംഗ് ലിക്വിഡ് ആയിരിക്കണം വിച്ച് ഡീകമ്പോസസ് അറ്റ് ഓർ ബിലോ ദെയർ ബോയിലിംഗ് പോയിൻ്റ് ആകണം. അതാണ് അങ്ങനത്തെ കോമ്പൗണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് വാക്യൂം ഡിസ്റ്റിലേഷൻ. അതായത് ഗ്ലിസറോൾ ഫ്രം എന്താണ് സ്പെൻഡ്ലിൻ സോപ്പ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺസെൻട്രേഷനോ എന്താണ് ഷുഗർ കെയിൻ ജ്യൂസ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതാണ്. അപ്പം ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെന്ന് പറയുന്നത് മെത്തേഡുകൾ വരുന്നത്. ഇനി നമുക്കുള്ളത് ക്രൊമാറ്റോഗ്രാഫി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മിക്സ്ഡ് ഓഫ് വിത്ത് ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് എന്താണ് റേറ്റ് അറ്റ് വിത്ത് ദ കമ്പോണൻസ് ഓഫ് മിക്സ് മൂവ് ടു ദി പോറസ് മീഡിയം. അതായത് ഒരു പോറസ് മീഡിയത്തിൽ കൂടി മൂവ് ചെയ്യുന്ന റേറ്റ് എന്തുണ്ടായിരിക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു അഡ്സോർപ്ഷൻ്റെ റേറ്റ് എന്തുണ്ടായിരിക്കും ഡിഫറെൻ്റ് ഉണ്ടായിരിക്കും.
ഈ അഡ്സോർപ്ഷൻ്റെ റേറ്റ് ഡിഫറൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡിന് വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രിൻസിപ്പിൾ അപ്പോൾ എന്തുമായിരിക്കും എന്ന് അറിയാമോ? അതിൻ്റെ പ്രിൻസിപ്പിൾ അഡ്സോർപ്ഷൻ ആയിരിക്കും. ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് എന്താണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ ഉണ്ട്. ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മിക്സ്ഡ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്താണ് ഫ്രം ദെയർ അക്യൂസ് സൊല്യൂഷൻ യൂസിങ് എ സോൾവെൻറ്റ്. നമ്മൾ സോൾവെൻറ്റ് ഉപയോഗിച്ച് അക്യൂസ് സൊല്യൂഷൻ എന്ന ഓർഗാനിക് കോമ്പൗണ്ടിനെ പ്യൂരിഫൈ ചെയ്യുന്ന മെത്തേഡാണ് ഇത് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് ഇമ്മിസിബിൾ വാട്ടർ ആയിട്ട് പിന്നെ ഡിസോൾവ് ദി ഓർഗാനിക് വാട്ടറിൽ എന്ത് ചെയ്യാൻ പാടില്ല, സോലുബിൾ ആകാൻ പാടില്ല. പക്ഷേ എന്ത് ചെയ്യും, ഓർഗാനിക് കോമ്പൗണ്ടിൽ സോൾവെൻറ്റിൽ എന്തായിട്ട് മാറണം, സോലുബിളായിട്ട് മാറണം. അപ്പം ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെയിനായിട്ടുള്ള എന്തെന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ക്രിസ്റ്റലൈസേഷൻ, രണ്ടാമത് സിമ്പിൾ ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, പിന്നെ ഏതാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ, അസിയോട്രോപിക് ഡിസ്റ്റിലേഷൻ, വാക്യൂം ഡിസ്റ്റിലേഷൻ, പിന്നെ നമ്മൾ കണ്ടത് ഏതാണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ, ലാസ്റ്റ് ക്രൊമാറ്റോഗ്രാഫി. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഏതാണ് ഓർഗാനിക് കോമ്പൗണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുന്നൊരു കോമ്പൗണ്ട് അത് എന്താണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന കാർബണോ ഹൈഡ്രജനോ നൈട്രജനോ അല്ലെങ്കിൽ ഏതാണ് ഹാലജനോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, പ്രസൻസ് അറിയണം. അത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് നമ്മളെടുക്കുന്ന ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഇപ്പോൾ നമുക്കറിയാം ഒരു കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ടെങ്കിൽ ആ കാർബണുള്ള കോമ്പൗണ്ട് നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും, കോപ്പർ ടു ഓക്സൈഡ് റിയാക്ട് ചെയ്യും. അപ്പോൾ എന്ത് ഫോം ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ലൈം വാട്ടറിന് എന്തായിട്ട് മാറും, മിൽക്കി ആയിട്ട് മാറ്റുന്നെങ്കിൽ ദ ഗിവൺ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്ൻ എന്തുവാണ്, കാർബൺ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ഉണ്ട്. ഇനി രണ്ടാമത് നമുക്ക് ആരുടെ പ്രസൻസ് ആണ്, ഹൈഡ്രജൻ. ഇപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അവൻ ആരുമായിട്ട് കമ്പൈൻ ചെയ്യും, നമ്മളെടുക്കുന്ന കോപ്പർ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ഫോം ചെയ്യും, വാട്ടർ അവിടെ ഫോം ചെയ്യും. ഈ വാട്ടർ വേപ്പർ എന്ത് ചെയ്യും, നമ്മൾ ഡ്രോപ്ലെറ്റ് അപ്പിയേഴ്സ് ഓൺ ദി കൂളർ പാർട്ട് ഓഫ് ദി ഇഗ്നീഷൻ ട്യൂബ്. അല്ലെങ്കിൽ നമ്മൾ ഒരു അൺഹൈഡ്രസ് കോപ്പർ സൾഫൈഡിലൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോഴേക്കുമ്പോഴത്തെ അത് ആരായിട്ട് മാറും, ബ്ലൂ കളറായിട്ട് മാറും. അങ്ങനെ നമുക്ക് എന്തിൻ്റെ പ്രസൻസ് അറിയാം, ഹൈഡ്രജൻ്റെ പ്രസൻസ് നമുക്ക് അവിടെ അറിയാൻ പറ്റും. ഇനി നൈട്രജനെ ടെസ്റ്റ് അറിയാൻ ഉപയോഗമുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്ന LE അതായത് ലസൈൻ എക്സ്ട്രാക്ട് മെത്തേഡ് എന്നാണ് പറയുന്നത്. ലസൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോമ്പൗണ്ടിൽ സോഡിയവും കാർബണും നൈട്രജനും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, NaCN. ഈ NaCN നമ്മൾ വിളിക്കുന്ന പേരാണ് ലസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നൈട്രജൻ്റെ പ്രസൻസ് അറിയാൻ നമ്മൾ എന്ത് ചെയ്യും, ഈ ലസൈനെ FeSO4ഉം NaOH നമ്മൾ എന്ത് ചെയ്യും, ബോയിൽ ചെയ്യിപ്പിക്കും. അതിനുശേഷം കൂൾ ചെയ്യിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കും, FeCl3 ഉപയോഗിച്ച് അതിൻ്റെ കൂടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് കോൺസെൻട്രേറ്റ് HCl ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ബ്ലൂ ഓർ ഗ്രീൻ കളർ അവിടെ ഫോം ചെയ്യുന്നെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഏതാണ്, നൈട്രജൻ. അപ്പോൾ നൈട്രജൻ്റെ പ്രസൻസ് അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്, ലസൈൻ ടെസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇതാണ് നമ്മൾ എടുക്കുന്ന അതിൻ്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് +1 ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത്. ലസൈൻ ടെസ്റ്റ് എങ്ങനെയാണ് ലസൈൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന കളർ എന്താണ്, പ്രഷ്യൻ ബ്ലൂ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഇനി ഇതുപോലെ നമുക്ക് സൾഫറിൻ്റെ പ്രസൻസ് അറിയാം. സൾഫറിൻ്റെ പ്രസൻസും അറിയാൻ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് സൾഫറിൻ്റെ പ്രസൻസ് അറിയാൻ നമ്മൾ എന്ത് ചെയ്യും, ലസൈൻ ഉണ്ടാക്കും. അതായത് സോഡിയം സൾഫറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ Na2S കിട്ടി. ഇനി ആ Na2Sനെ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രസൻസ് അവിടെ അറിയാനായിട്ട് പറ്റും. ഒന്നാമതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലസൈനെ സോഡിയം പ്രസൈഡുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഡീപ്പ് വയലറ്റ് കളർ അവിടെ ഫോം ചെയ്യുന്നെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ആരായിരിക്കും, സൾഫർ. രണ്ടാമത് ഈ ലസൈനെ നമ്മൾ എന്ത് ചെയ്യും, അസറ്റിക് ആസിഡും ഡെസറ്റേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഏതായിരിക്കും, സൾഫർ. ഈ രണ്ട് മെത്തേഡ് വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെടുക്കുന്ന സൾഫറിൽ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് സൾഫറിൻ്റെ പ്രസൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് അവിടെ പറ്റും. ഇനി ഹാലജനാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളെടുക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഹാലജനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എടുക്കുന്ന ഹാലജനെ സോഡിയമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ എനിക്ക് എന്നിട്ട് NaX എന്ന് പറയുന്ന ലസൈൻ അവിടെ ഫോം ചെയ്തു. ആ ലസൈനെ HNO3യും പിന്നെ AgNO3 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും, അവിടെ AgX അവിടെ ഫോം ചെയ്യും. ഈ AgX എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാകാം, AgBr ആകാം, AgCl ആകാം, ഏതാണ് ഏത് വേണമോ ആകാം. അപ്പം
ഈ എടുക്കുന്ന AgX എന്ന് പറയുന്നത് എന്താണ്, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. അപ്പോഴത്തേക്ക് ഈ എടുക്കുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് സോലുബിൾ ഏതാണ്, അക്വസ് അമോണിയ അല്ലെങ്കിൽ ഓർ NH4OH. അങ്ങനെയാണെങ്കിൽ കൺഫേം ദി പ്രസൻസ് ഓഫ് ഏതായിരിക്കും നമ്മൾ എടുക്കുന്ന ക്ലോറിൻ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എടുക്കുന്ന ഹാലജൻ്റെ ക്ലോറിൻ്റെ പ്രസൻസ് അറിയാം. ഇതുപോലെ ഒരു ഡൾ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതേതായിരിക്കും, ബ്രോമിൻ ആയിരിക്കും. പക്ഷേ അവനെന്ന് പറയുമ്പോഴത്തേക്കും പാർഷ്യലി സോലുബിൾ ഇൻ അമോണിയ ആയിരിക്കും. മൂന്നാമത് നമുക്ക് എന്ത് ചെയ്യും, അയഡിൻ്റെ പ്രസൻസ് അവിടെ അറിയാം. അപ്പം അയഡിൻ്റെ കളർ ഏതായിരിക്കും, യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. പക്ഷേ ഇവനെന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസോലുബിൾ ഇൻ ഏതാണ്, അമോണിയ. അമോണിയ ഇൻസോലുബിൾ ആണെങ്കിൽ അത് ഏതായിരിക്കും, അയഡിൻ ആയിരിക്കും. ഇതാണ് നമ്മൾ എടുക്കുന്ന കളർ വേരിയേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഹാലജൻ്റെ എല്ലാം പ്രസൻസ് അറിയാം. ഇനി അതേസമയം നമ്മളെടുക്കുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജനും സൾഫറും ഒരുമിച്ചായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ അവിടെ ലസൈൻ പ്രിപ്പയർ ചെയ്യും. പക്ഷേ ലസൈൻ നമ്മൾ നോക്കുമ്പോൾ Na+C+N+S. അപ്പോൾ സോഡിയവും കാർബണും നൈട്രജനും സൾഫറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ സോഡിയം തയോസൈനേറ്റ് അവിടെ ഫോം ചെയ്യും. അതാണ് നമുക്ക് അവിടെ ഫോം ചെയ്യുന്ന ലസൈൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നമുക്ക് എന്ത് ചെയ്യും, അസിൻ ടെസ്റ്റ് ഫോർ നൈട്രജൻ ഇൻസ്റ്റെഡ് ഓഫ് ഗ്രീൻ ഓർ ബ്ലൂ കളർ or the blood red color confirm the presence of ഏതാണ്, നൈട്രജൻ ആൻഡ് സൾഫർ. അപ്പം നമുക്കെന്തോ നൈട്രജൻ്റെ ടെസ്റ്റിന് കൂടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്, ഗ്രീനോ അല്ലെങ്കിൽ ബ്ലൂവോ അല്ലെങ്കിൽ ബ്ലൂ റെഡ് കളറോ ഫോം ചെയ്യുന്നതെങ്കിൽ അവിടെ ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഏതായിരിക്കും, ബോത്ത് നൈട്രജൻ ആൻഡ് സൾഫർ. ഇതാണ് നമ്മളെടുക്കുന്ന അതിൻ്റെ ഏതെന്ന് പറയുന്നത് ഇക്വേഷൻസ് എന്ന് അവിടെ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ലാസ്റ്റായിട്ട് ഫോസ്ഫറസിൻ്റെയാണ്. അപ്പോൾ ഫോസ്ഫറസിൻ്റെ അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്താണ് ഒരു ഫോസ്ഫറസ് ഉള്ള കോമ്പൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, നൈട്രിക് ആസിഡ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കും. ഈ നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തതിന് ശേഷം അമോണിയം മോളിബ്ഡേറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അമോണിയം മോളിബ്ഡേറ്റ് അവിടെ ഫോം ചെയ്യും. ഈ അമോണിയത്തിൻ്റെ കളർ മോളിബ്ഡേറ്റിൻ്റെ ഫോമിൽ അല്ലെങ്കിൽ കളർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഏതായിരിക്കും, ഫോസ്ഫറസ് ആയിരിക്കും. ഇതാണ് നമ്മളെടുക്കുന്ന ഫോസ്ഫറസിൻ്റെത്. ഇത് ഇൻഡിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെടുക്കുന്ന സോഡിയം ഫോസ്ഫേറ്റ് ഉണ്ട്, അവനെ നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് H3PO4 എന്ന് പറയുന്ന കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്തു. അവൻ എന്താണ്, അമോണിയം മോളിബ്ഡേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി, അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് കിട്ടി. ഇതാണ് ഏത്, യെല്ലോ കളർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെടുക്കുന്ന കോമ്പൗണ്ട് ഏതെന്ന് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പ്രസൻസ് അറിയാം, ഒരു കോമ്പൗണ്ടിൽ ഇന്ന എലമെൻറ്റ്സ് ഉണ്ടോ ഇല്ലേ എന്നറിയാൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ കിട്ടും. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഏതാണെന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അത് എത്രമാത്രം എമൗണ്ട് ഉണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ നോക്കുന്നതാണ്. അപ്പം ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എമൗണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാർബണും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചതാണ് എങ്ങനെ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും പ്രസൻസ് അറിയാമെന്ന്. അപ്പോൾ സെയിം നമ്മൾ നോക്കാം, പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആണെങ്കിൽ എന്താണ് 12/44. അവിടെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസാണ് ഫോം ചെയ്തത്. അപ്പോൾ 12/44 വന്നു ഇൻറ്റു പിന്നെന്തായിരിക്കും, മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫോം ഡിവൈഡഡ് ബൈ ആരായിട്ട് മാറി, മാസ് ഓഫ് കോമ്പൗണ്ട് ടേക്കൺ ഇൻറ്റു 100. ഈ ഇക്വേഷൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമുക്ക് എന്ത് ചെയ്യും, ഒരു പ്രോബ്ലം അവിടെ കിട്ടും. ഇനി പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ സെയിം ആയിരിക്കും, നമുക്ക് ഇക്വേഷൻ എന്താണ് 2/18. പിന്നെ എന്തായിരിക്കും, മാസ് ഓഫ് വാട്ടർ ഫോം ഡിവൈഡ് ബൈ ഏതായിരിക്കും, മാസ് ഓഫ് കോമ്പൗണ്ട് ടേക്കൺ ഇൻറ്റു 100. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഇവിടെ നമ്മൾ ആ മെത്തേഡൊന്നും എഴുതണ്ട, അത് നമുക്ക് ഇക്വേഷൻ മാത്രം നോക്കി വെച്ചാൽ മതി. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കാണുന്നത് 28 ഡിവൈഡഡ് ബൈ 22,400 ഇൻറ്റു വോളിയം ഓഫ് ഇൻറ്റു STP ഡിവൈഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് ടേക്കൺ ഇൻറ്റു 100. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിൻ്റെ പേര് അറിയണം, ഡുമാസ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമതൊരു മെത്തേഡ് ഉപയോഗിക്കും, ജൽദാസ് മെത്തേഡുണ്ട്. ജൽദാസ് മെത്തേഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കാണാൻ നമ്മൾ നോക്കുന്നത് എന്താണ്, 1.4 ഇൻറ്റു മൊളാരിറ്റി ഓഫ് ആസിഡ് ഇൻറ്റു വോളിയം ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് ബേസിസിറ്റി ഓഫ് ആസിഡ് ഡിവൈഡ് ബൈ എന്താണ്, മാസ് ഓഫ് കോമ്പൗണ്ട് ടേക്കൺ. ഈ രണ്ടാണ് നമ്മൾ എടുക്കുന്ന നൈട്രജൻ്റെ ഏതെന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നൈട്രജൻ്റെ. നമുക്ക് ഈ എടുക്കുന്ന ക്വാണ്ടിറ്റേറ്റീവിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അവിടെ കിട്ടും. ഇനി ഹാലജൻ ഉപയോഗിക്കും. അപ്പോൾ ഹാലജൻ്റെ എമൗണ്ട് നമ്മൾ അറിയാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് കാരിയസ് ട്യൂബ് മെത്തേഡ്. അപ്പം അതിൽ പെർസെൻറ്റേജ് ഓഫ് ഹാലജൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അറ്റ് മാസ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എന്തുവാണ് 108 എന്ന് പറയുന്നത് ആ ഫോം ചെയ്യുന്ന സിൽവറിൻ്റെത്. പിന്നെ എന്താണ്, അറ്റോമിക് മാസ് ഓഫ് ഏതാണ്, ഹാലജൻ ഇൻറ്റു പിന്നെ ഇത് മാസ് ഓഫ് AgX ഫോംഡ് ഡിവൈഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് ടേക്കൺ ഇൻറ്റു ഏതാണ്,
100. ഇതാണ് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ. അപ്പം ഇവിടെ നമുക്ക് ക്ലോറിൻ്റെയും ബ്രോമിൻ്റെയും അയഡിൻ്റെയും എല്ലാം നമുക്ക് എന്താ പറയുക മാസ് പഠിച്ചിട്ട് പോകണം, എന്നാലും നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലം ചെയ്യാനായിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ പറ്റത്തുള്ളൂ. ഇതാണ് ഹാലജൻ്റെ നമുക്ക് അറിയാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി സൾഫറിൻ്റെയാണ്. സൾഫറിൻ്റെ നമ്മൾ അറിയാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കാരിയസ് മെത്തേഡ് തന്നെയാണ്. അപ്പം ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് പെർസെൻറ്റേജ് ഓഫ് സൾഫർ ഈസ് ഈക്വൽ ടു എന്താണ് 32 ഡിവൈഡ് ബൈ 233 ഇൻറ്റു മാസ് ഓഫ് ബേരിയം സൾഫേറ്റ് ഡിവൈഡ് ബൈ മാസ് ഓഫ് എന്താണ് കോമ്പൗണ്ട് ഇൻറ്റു 100. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ തിയറി ഇനി പഠിച്ചു വയ്ക്കണം, കാരണം നമുക്ക് എന്താണ് അതിൻ്റെ ആവശ്യമില്ല, കാരണം നമുക്കിനി ഇവിടെ അറിയേണ്ടതിൽ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കി വെച്ചാൽ മതി. അപ്പം ഈ ഇക്വേഷൻസ് എല്ലാം നന്നായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചവിടെ വയ്ക്കണം. ഇനി ഫോസ്ഫറസിൻ്റെ ഇതുണ്ട്. ഫോസ്ഫറസിൻ്റെ മെത്തേഡ് നമ്മൾ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് അറിയാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇഗ്നീഷൻ മെത്തേഡാണ്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് പെർസെൻറ്റേജ് ഓഫ് ഫോസ്ഫർ എന്ന് പറയുന്നത് 62 ഡിവൈഡ് ബൈ 222 ഇൻറ്റു മാസ് ഓഫ് എന്താണ് മഗ്നീഷ്യം ഫോസ്ഫേറ്റ് അവലും ഫോം ചെയ്യുന്നു ഡിവൈഡ് ബൈ എന്താണ് മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100. ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്നത് ഏതാണ്, അയഡിൻ ആണ് അല്ലെങ്കിൽ ഓക്സിജൻ ആണ് ഉപയോഗിക്കുന്ന മെത്തേഡ് അയഡിൻ മെത്തേഡ്. അതിൽ 2 ഇക്വേഷൻസ് ഉണ്ട്. ഒന്നാമത് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 16 ഡിവൈഡ് ബൈ 44 ഇൻറ്റു മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫോം ഡിവൈഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് ടേക്കൺ ഇൻറ്റു എന്തായിരിക്കും 100. അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഏതാണ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 16 ഡിവൈഡ് ബൈ 227 ഇൻറ്റു മാസ് ഓഫ് I2 ഫോം ഡിവൈഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് ടേക്കൺ ഇൻറ്റു 100. ഇതെല്ലാം നമുക്കിനി ജസ്റ്റ് എന്താണ് കോമ്പൗണ്ട് മീൻസ് മെത്തേഡൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഇക്വേഷൻസ് മാത്രം പഠിച്ചത്. കാരണം ഇക്വേഷൻസ് ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് നമുക്ക് ടെക്സ്റ്റൂടെ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഐഡിയ നമുക്ക് അവിടെ കിട്ടും. ഇതാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് എക്സ്പ്ലനേഷൻ കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. In Lassane test for nitrogen, the blue color is due to the formation of. അപ്പോൾ നമുക്ക് ലസൈൻ ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നൈട്രജൻ്റെ പ്രസൻസ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ ബ്ലൂ കളർ അവിടെ ഫോം ചെയ്യുന്നത് അറിയണം. അപ്പോൾ ഓപ്ഷൻ അവിടെ നമുക്ക് നോക്കാം. ആദ്യം ഓപ്ഷനിൽ ഏതൊക്കെയാണുള്ളത്, ഫെറിക് ഫെറോസൈനൈഡ് ഉണ്ട്, പൊട്ടാസ്യം ഫെറോസൈനൈഡ് ഉണ്ട്, സോഡിയം ഫെറോസൈനൈഡ്, ലാസ്റ്റ് ഏതാണ് സോഡിയം സൈനൈഡ്. ഇതാണ് നമുക്കുള്ള 4 ഏതെന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ലസൈൻ ടെസ്റ്റ് നിങ്ങൾ പഠിച്ചതാണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് എന്തുകൊണ്ടാണ് അവിടെ ബ്ലൂ കളർ വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം ആൻസർ. ഇവിടുത്തെ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഏതായിരിക്കും, സോഡിയം ഫെറോസൈനൈഡ് എന്ന് പറയുന്നത് എ ആണ് നമ്മുടെ ഏത് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. അവിടെ നമുക്ക് ഇക്വേഷൻ എഴുതുമ്പോൾ അറിയാം, സോഡിയം ആരുമായിട്ട് കമ്പൈൻ ചെയ്യും, കാർബൺ നൈട്രേറ്റ് കമ്പൈൻ ചെയ്യും, ലസൈൻ അവിടെ ഫോം ചെയ്തു. അപ്പം അവിടെ NaOH റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്തു, FeOH ടോയ്സ് കിട്ടി. അവിടെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും NaCN സോഡിയം സൈനൈഡ് റിയാക്ട് ചെയ്തപ്പോഴത്തേക്ക് കോംപ്ലക്സ് കോമ്പൗണ്ട് കിട്ടി. അതിന് FeCl3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടി, ഒരു ഫെറിക് ഫെറോസൈനൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്തു. ആ ഫെറിക് ഫെറോസൈനൈഡിൻ്റെ കളറാണ് ഇത് ബ്ലൂ കളർ. അപ്പം നമ്മുടെ ക്വസ്റ്റനിൽ ആൻസർ വരുമ്പോഴത്തേക്ക് ഏതാണ് നമ്മൾ എടുക്കുന്ന എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പഠിച്ച ഓപ്ഷൻ അല്ലെങ്കിൽ തിയറി നന്നായിട്ട് അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റിൻ്റെ ഇതിൻ്റെ എല്ലാം ഡയറക്റ്റായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ഈസി ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് ആണ്. അപ്പോൾ IUPAC നെയിം അറിയാം. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫങ്ഷൻ ഗ്രൂപ്പായിട്ട് ഏതാണുള്ള ഒരു OH ഉണ്ട്, പിന്നെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, പിന്നെ എന്താണ് ഒരു ബ്രാഞ്ചൊക്കെയും വരാം. അപ്പോൾ 3 പേരാണുള്ളത്. അപ്പോൾ പ്രയോറിറ്റി പോകുന്ന ആർക്കായിരിക്കും, എപ്പോഴും നമ്മൾ എടുക്കുന്ന OH-നാണ് ഇവിടെ പ്രയോറിറ്റി. അപ്പോൾ പേരിൻ്റെ അവസാനം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് അവിടെ വരേണ്ടത്, OL ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് 2 പേർക്ക് ഓയിലുണ്ട്, ഒന്നാമത്തതിനും 3നും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് കാർബൺ അപ്പോൾ ഏതായിരിക്കും നമ്മളെടുക്കുന്ന OH വരുന്നത്, ഈ നമ്മളെടുക്കുന്ന OH വരുന്ന ഏതായാലും ഈ കാർബണിനാണ് നമുക്ക് ഏത് OH ആയിട്ട് അവിടെ വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഡബിൾ ബോണ്ട് നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, കൺസിഡർ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ ആരെയൊക്കെ മെയിനായിട്ട് കൺസിഡർ ചെയ്യണം, OH-ഉം പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് ഡബിൾ ബോണ്ടും. അപ്പം ഇത് എന്തായിട്ട് മാറി, ഡബിൾ ബോണ്ടും OH-ഉം ഫംഗ്ഷൻ ഗ്രൂപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിലും 2 പേരും ആരായിട്ട് മാറി, മൂന്നാമത്തേതിലും നാലാമത്തേതിലും നമ്മളുള്ള ആൾക്കാർ ആരായിട്ട് മാറി, ഒരു ബ്രാഞ്ചായിട്ട് അവിടെ മാറും. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കോമ്പൗണ്ട് ഏതായിട്ട് മാറി, നമ്മളെടുക്കുന്നത് 3,4 ഡൈമീഥൈൽ 1 പെൻറ്റീൻ 3 ഓൾ ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് വരുമ്പോഴത്തേക്ക് ഈ 2 പ്രയോറിറ്റി ഉള്ള OH നമ്മൾ നോക്കണം, ഡബിൾ ബോണ്ടും നമ്മൾ നോക്കണം.
അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡബിൾ ബോണ്ട് ഉള്ളതിന് നമ്മൾ എന്ത് ചെയ്യും, പ്രയോറിറ്റി 1 വന്നു. അപ്പോൾ ഇവിടെ ഒരു കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ വന്നു. ഈ തേർഡ് കാർബണിലാണ് ഏതായിട്ടുള്ളത്, പിന്നെ 2 ബ്രാഞ്ച് അവിടെ വരുന്നത് 3,4 ഏത് ഡൈമീഥൈൽ പെൻറ്റാൻ 3 ഓൾ എന്ന് പറയുന്ന വരുന്ന ആൻസർ അവിടെ. ഇനി അടുത്തത് നമുക്ക് നോക്കാം, ദ നമ്പർ ഓഫ് സ്ട്രക്ചറൽ ഐസോമർ ഫോർ എന്താണ് C6H14 എന്ന് പറയുന്ന കോമ്പൗണ്ട് എത്ര ഐസോമർ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, വരയ്ക്കാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ കോമ്പൗണ്ട് ഐസോമറിക് സ്ട്രക്ചർ നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ വരയ്ക്കുമ്പോഴത്തേക്ക് CH3CH2 നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ 5 സ്ട്രക്ചർ നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം. അപ്പം ഫസ്റ്റ് നോർമൽ ചെയിനായിട്ടുള്ളത്, രണ്ടാമത്തുള്ളത് ബ്രാഞ്ച് സെക്കൻഡ് കാർബണിൽ, മൂന്നാമത്തെ കാർബണിൽ ബ്രാഞ്ചായി, നാലാമത്തതിൽ എന്താണ് 2 ബ്രാഞ്ച് നമ്മൾ ഒരിടത്ത് വരച്ചു, പിന്നെ 2 ബ്രാഞ്ച് ആക്കി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എത്ര ഐസോമറിക് ഫോം ഇവിടെ വരയ്ക്കാം, നമുക്ക് ഒരു 5 വരെ വരയ്ക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആൻസർ ഓപ്ഷൻ ഏതാണ്, സി ആണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്, നമ്മുടെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കോമ്പൗണ്ടിൽ IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ടാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇവിടെ നമുക്ക് നോക്കേണ്ടത് ബ്രാഞ്ച് അല്ലെങ്കിൽ ഫങ്ഷൻ ഗ്രൂപ്പായിട്ട് ആരുണ്ട്, CHO ഗ്രൂപ്പ് ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഏതാണ് CO ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഏതുണ്ട് ഡബിൾ ബോണ്ട്. ഇങ്ങനെ 3 ഫങ്ഷൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ സബ്സ്റ്റിൻ ഗ്രൂപ്പായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 പേരെയും കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ നോക്കേണ്ടത് ഏതാണ്, ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് നമ്മുടെ ഈ കാർബണാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പം നമ്പർ 1 ഏതിന് കിട്ടും, നമ്മൾ എടുക്കുന്നത് ഈ കാർബണിനാണ് നമ്മൾ ഏത് നമ്പർ 1 ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പം അവിടെ ഏത് വന്നു, CHOയ്ക്ക് അതിൽ പ്രയോറിറ്റി അവിടെ വരികയാണ്. അപ്പോൾ കോമ്പൗണ്ട് അവിടെ വന്നു. അതിനുശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് CO ആണുള്ളത്. അപ്പോൾ CO വരുമ്പോഴത്തേക്ക് ഏത് ഫോമാണുള്ളത്, കീറ്റോ ഫോമാണ് അവിടെ വരുന്നത്. അപ്പം ഏതൊക്കെയായിട്ട് മാറി, കീറ്റോ ഫോം ഉണ്ട്, പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് വന്നു, പിന്നെ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഏതാണ് ഒരു ഡബിൾ ബോണ്ടും ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതായിട്ട് മാറി, കോമ്പൗണ്ട് പേര് 3 കീറ്റോ, പിന്നെ എന്താണ് പറയുന്നത് ഒരു സെക്കൻഡ് ഇവിടെ ആരും ഒരു ബ്രാഞ്ച് ഉണ്ട്, അപ്പോഴത്തേക്ക് 2 മീഥൈൽ, പിന്നെ വരുമ്പോഴത്തേക്ക് ആരാണ് ഹെക്സ്, ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ എന്ന് പറയുമ്പോൾ ഹെക്സ് 4 ഈനാളായിട്ട് മാറി. ഇപ്പം നമ്മൾ ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഏതെന്ന് പറയുന്നത് സ്ട്രക്ചറായിട്ട് വരുന്നത്. അപ്പോഴത്തേക്ക് പ്രയോറിറ്റി ഏതിനായിരുന്നു, CHO ഗ്രൂപ്പിനാണ് പ്രയോറിറ്റി. അപ്പം നമ്പറിങ് നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ കൊടുക്കുന്ന നമ്പറിങ് എന്ന് പറയുന്നത് 1 2 3 4 എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്പറിങ് എപ്പോഴും ഓർമ്മിക്കുക, ആർക്കാണ് ആദ്യം നമ്മൾ നമ്പർ കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പം ഇവിടെ ഏതൊക്കെ ഉണ്ടായിരുന്നു ഫംഗ്ഷൻ ഗ്രൂപ്പായിട്ട്, CHO ഗ്രൂപ്പുണ്ട്, CO ഗ്രൂപ്പുണ്ട്, ഡബിൾ ബോണ്ടോ ഗ്രൂപ്പുണ്ട്, പിന്നെ ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പുണ്ട്. അപ്പോൾ പ്രയോറിറ്റി ആർക്കായിരുന്നു, CHO ഗ്രൂപ്പ് ആയതുകൊണ്ട് ഫസ്റ്റ് നമ്പർ ഏതിന് തന്നെ വരണം, നമ്മൾ എടുക്കുന്നത് ഈ കാർബൺ. അതനുസരിച്ച് നമ്മൾ നമ്പർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ ഏതാണ്, 3 കീറ്റോ, പിന്നെ ഏതാണ് 2 മീഥൈൽ ഹെക്സ് 4 ഈനാളെന്ന് പറയുന്നത് കിട്ടും. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഏതാണ് നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ D ആണ് നമുക്ക് കിട്ടുന്ന ഏത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം നമ്പറിങ് കറക്റ്റ് കൊടുക്കാൻ നമുക്ക് അറിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടും, ഒരു കോമ്പൗണ്ട് കറക്റ്റ് ആയിട്ടുള്ള എക്സാക്ട് നെയിം ചെയ്യാനായിട്ട് അവിടെ പറ്റും. ഇനി നമുക്ക് നോക്കാം 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്, ദ ലസൈൻ എക്സ്ട്രാക്ട് ബോയിൽഡ് വിത്ത് എന്താണ് കോൺസെൻട്രേറ്റഡ് HNO3 വൈൽ ടെസ്റ്റിംഗ് ഫോർ ഹാലജൻ ബിക്കോസ്. അപ്പോൾ ഇവിടെ നമ്മൾ AgNO3 നമ്മൾ റിയാക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ എന്തുകൊണ്ട് ഡിറ്റക്ഷൻ ഓഫ് ഹാലജൻ നമ്മൾ എന്തുകൂടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, കോൺസെൻട്രേറ്റഡ് HNO3. അപ്പം തിയറിയിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന്. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ ആൻസർ വരുമ്പോഴത്തേക്ക് ഡീകമ്പോസസ് Na2S ആൻഡ് NaCN is formed, helped in the precipitation of ഏതാണ് AgCl. അടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇൻക്രീസ് ഇൻ ദ സോളിബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് ഏതാണ് AgCl, ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് NO3. ഇങ്ങനെ 4 ഓപ്ഷനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ അപ്പം ഡിറ്റക്ഷൻ ഓഫ് ഹാലജൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് നമ്മൾ HNO3 ഉപയോഗിക്കുന്നത്, റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഡീകമ്പോസസ് ഏതൊക്കെയെന്ന് അറിയാമോ, Na2S ആൻഡ് NaCN, ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ. കാരണം ഈ കോൺസെൻട്രേറ്റഡ് HNO3 നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതവിടെ ഫോം ചെയ്യുന്ന എന്ത് ചെയ്യും, അപ്പം അവിടെ എന്തൊക്കെ ഫോം ചെയ്യാം, സോഡിയം സൾഫൈഡും NaCN അവിടെ ഫോം ചെയ്യുക. അപ്പം NaCN-ഉം Na2S-ഉം ഫോം ചെയ്താൽ ആ ടെസ്റ്റ് ആരുടെ ഇതേ കാണിക്കുള്ളൂ, ചിലപ്പോൾ നൈട്രജൻ്റെയോ ചിലപ്പോൾ സൾഫറിൻ്റെയോ ഹാലജൻ്റെ കാണിക്കണോ നിർബന്ധമില്ല. അപ്പം നമ്മളവിടെ അതിൻ്റെ എഫക്റ്റ് ക്യാൻസൽ ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും, കോൺസെൻട്രേറ്റഡ് HNO3. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്, ഓപ്ഷനായിട്ടൊക്കെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഇനി
അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ഹൈപ്പർ കോൺജുഗേഷൻ ഈസ് മോസ്റ്റ് യൂസ്ഫുൾ ഫോർ സ്റ്റെബിലൈസിങ് വിച്ച് ഓഫ് ദി ഫോളോയിങ് കാർബോകാറ്റോൺ. ഈ എടുക്കുന്ന കാർബോകാറ്റോണിൽ ഹൈപ്പർ കോൺജുഗേഷൻ ഏറ്റവും എഫക്റ്റീവ് വരുന്ന ഏതാണെന്ന് അറിയണം. അപ്പം ഇവിടെ നിയോ പെൻറ്റൈലുണ്ട്, ടെർഷറി ബ്യൂട്ടൈലുണ്ട്, ഐസോപ്രൊപ്പൈലുണ്ട്, ഈഥൈലുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് എല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഡീലോക്കലൈസേഷൻ ഓഫ് ഏതാണ്, സിഗ്മ ഇലക്ട്രോൺസ് ഓഫ് CH ബോണ്ടാണ്. അപ്പോൾ CH ബോണ്ട് ഏറ്റവും കൂടുതലുള്ളതിലാണ് എന്ത് സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ എടുക്കുന്ന ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് മോസ്റ്റ് യൂസ്ഫുൾ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ ഏത് വരാൻ, ടെറിഷറി ബ്യൂട്ടൈലാണ് ഏത് വരുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം ഇവിടെ എന്ത് ഫോം ചെയ്യാൻ, CH ത്രൈ സി ഹാസ് മാക്സിമം നമ്പർ ഓഫ് ഏതാണ് ഹാലജൻ, അതായത് എത്ര ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും, 9 പേരുണ്ടാവും. ഇങ്ങനെ 9 പേര് അവിടെ ഉള്ളത് കൊണ്ട് അവൻ എന്ത് ചെയ്യും, മോസ്റ്റ് സ്റ്റേബിളായിട്ട് മാറും. അപ്പോൾ നമ്മൾ ആ സ്ട്രക്ചർ നിങ്ങൾ വരച്ച് നോക്കി എന്ത് ചെയ്യും, ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാവും. നിയോപെൻറ്റയിലും ഐസോപ്രോപ്പയിലും ഈതയിലൊക്കെ സ്ട്രക്ചർ വരയ്ക്കുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ആയിട്ട് എന്ത് ചെയ്യും, വളരെ കുറവായിരിക്കും. പക്ഷേ ടെറിഷറി വരച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ഒരുപാട് എന്തുണ്ടായിരിക്കും, ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പം നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ കൂടുമ്പോഴത്തേക്ക് ആരായിട്ട് മാറി, അവനൊന്നും യൂസ്ഫുൾ ഫോർ സ്റ്റെബിലൈസിങ് ആയിട്ടും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിളായിട്ട് അവിടെ വരും. അപ്പം നമ്മുടെ ഏതാണ്, B ആണ് നമുക്ക് വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ. ഇതോട് ഇമ്പോർട്ടൻ്റ് ആണ്, ട്രൂ അല്ല, നോട്ട് ട്രൂ അബൌട്ട് ദി പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫി ആണ്. അപ്പോൾ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫിയുടെ കേസിൽ എന്താ നോട്ട് ട്രൂ ആയിട്ട് വരുന്നത്, ഒന്നിൽ മൊബൈൽ ഫേസ് ക്യാൻ ബി ഏതാണ്, ഗ്യാസ് ഓർ ലിക്വിഡ് ആകാം. സെപ്പറേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഏതാണ്, ഇക്വിലിബ്രേഷൻ ഓഫ് സൊല്യൂട്ട് ബിറ്റ്വീൻ മൊബൈൽ ആൻഡ് സ്റ്റേഷനറി ഫേസ് ആണ്. സ്റ്റേഷനറി ഫേസ് ഈസ് ഫൈനലി ഡിവൈഡ് സോളിഡ് അബ്സോർബൻറ്റ്, നൺ ഓഫ് ദി എബോവ്. ഇതിൽ നോട്ട് ട്രൂ ആയിട്ടുള്ള നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത് നൺ ഓഫ് ദി എബോവ് ആണ്. അപ്പം നമുക്ക് ഇതൊന്നും അല്ല നമുക്കുള്ള ഏതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫി. അവിടെ മൊബൈൽ ഫേസ് എന്താണ്, മൊബൈൽ ഫേസ് മൂവ് ചെയ്യണം, അപ്പോൾ അത് ഗ്യാസോ ലിക്വിഡോ ആകണം. ഇനി സെപ്പറേഷൻ ഡിപ്പെൻഡ് ഓഫ് എന്താണ്, ഇക്വിലിബ്രിയം ഓഫ് സൊല്യൂട്ട് ബിറ്റ്വീൻ ഏതാണ്, മൊബൈൽ ഫേസ് ആൻഡ് സ്റ്റേഷനറി ഫേസിനുള്ള ഇക്വിലിബ്രിയം അനുസരിച്ച് മൊബൈൽ ആകത്തുള്ളൂ. സ്റ്റേഷനറി ഫേസ് എന്താണ്, ഫൈനലി ഡിവൈഡഡ് സോളിഡ് അബ്സോർബൻറ്റ് ആകണം. അപ്പോൾ ഇത് മൂന്നും അവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പം ആൻസർ വരുമ്പോഴത്തേക്ക് ഏതാണ് വരുന്നത്, നമ്മുടെ ക്വസ്റ്റനിൽ ആൻസർ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ലെസ് റിയാക്ടിവിറ്റി ഓഫ് ക്ലോറിൻ ആറ്റം ഇൻ ഈ പറഞ്ഞ കോമ്പൗണ്ട്. അപ്പോൾ CH ഡബിൾ ബോണ്ട് CH ആകുമ്പോഴത്തേക്ക് എന്താണ്, ക്ലോറോ ഈഥീനാണ് വന്നത്. അപ്പോൾ ഈ പറഞ്ഞത് ലെസ് റിയാക്ടിവിറ്റി ഓഫ് ക്ലോറിൻ ആറ്റം ഈസ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ് ഈ കോമ്പൗണ്ടിൽ ക്ലോറിൻ എന്തായിട്ട് മാറുന്നത്, ലെസ് റിയാക്ടിവിറ്റി ആയിട്ട്. അപ്പം നമുക്കറിയാം ഇൻഡക്റ്റീവ് എഫക്റ്റീവ് ആണെങ്കിൽ സിഗ്മ. ഇവിടെ ഏതാണുള്ളത്, ഇലക്ട്രോമെറിക് എഫക്റ്റീവ് നോക്കാം, അല്ലെങ്കിൽ എന്താണ് റെസണൻസ് സ്റ്റെബിലൈസേഷൻ നമുക്ക് നോക്കാം. ഇവിടെ ഇലക്ട്രോമെറിക് എഫക്റ്റീവ് വരുന്നെങ്കിൽ ഒരു കോമ്പൗണ്ട് എന്താണ് പോസിറ്റീവോ നെഗറ്റീവോ വേണം. ഇവിടെ പക്ഷേ പോസിറ്റീവ് നെഗറ്റീവ് വന്നിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും ആൻസർ, ഇലക്ട്രോ നെഗറ്റിവിറ്റി അല്ല. കറക്റ്റ് ആൻസർ നോക്കുമ്പോൾ ഏതായിരിക്കും എന്ന് പറയുമ്പോൾ റെസണൻസ് സ്റ്റെബിലൈസേഷൻ. കാരണം നമുക്ക് അതിൻ്റെ റെസണൻസ് സ്ട്രക്ചർ വരയ്ക്കും, നമുക്ക് അവിടെ കറക്റ്റ് കിട്ടും. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ക്ലോറിൻ എന്ന് പറയുന്നത് ആരായിട്ട് മാറുന്നത്, ലെസ് റിയാക്റ്റീവ് ആയിട്ട് മാറുന്നത്, ഡ്യൂ ടു എന്താണ് റെസണൻസ് സ്റ്റെബിലൈസേഷൻ. അപ്പോൾ റെസണൻസ് സ്റ്റെബിലൈസേഷൻ നമുക്ക് വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. അപ്പോൾ ഏത് എഫക്റ്റാണ് വരുന്നത്, +R എഫക്റ്റാണ് വരുന്നത്. ഇനി നമുക്ക് എമംഗ് ദി ഫോളോയിങ് ദ ലീസ്റ്റ് സ്റ്റേബിൾ റെസണൻസ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഒറ്റയടിക്ക് നമുക്ക് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഏതാണ്, ഈ 2 പോസിറ്റീവ് അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് പോസിറ്റീവ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ടിൽ പോസിറ്റീവ് അടുത്ത് വന്നാൽ അവനായിട്ട് സ്റ്റേബിൾ ആയിരിക്കുമോ, ഇല്ല. അപ്പം ഇനി കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട, ഒറ്റയടിക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ അവിടെ പറയാം. ബാക്കി എല്ലാത്തിലും ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് പ്ലസും മൈനസൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഏതായിരിക്കും അൺസ്റ്റേബിൾ ആയിട്ടുള്ളെങ്കിൽ ലീസ്റ്റ് സ്റ്റേബിൾ റെസണൻസ് സ്ട്രക്ചർ A ആയിരിക്കും. കാരണം ഇൻ ദിസ് പോസിറ്റീവ് ചാർജസ് ആർ പ്രസൻറ്റ് ഇൻ അഡ്ജസൻറ്റ് കാർബൺ ആറ്റം. ഇതാണ് നമ്മൾ എടുക്കുന്ന ഈ ക്വസ്റ്റ്യൻ ആൻസർ. ഇത് ഭയങ്കര സിമ്പിളായിരുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് കാർബാനയോൺ ഈസ് ലീസ്റ്റ് സ്റ്റേബിൾ. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാർബാനയോണിൽ ലീസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാർബൺ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ എഴുതി നോട്ട് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈസിയായിട്ട് എന്ത് ചെയ്യും, ആൻസർ കിട്ടും, ലീസ്റ്റ് സ്റ്റേബിളായിട്ട് വരുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇതിൽ ലീസ്റ്റ് സ്റ്റേബിളായിട്ട് വരുന്നത് ഏതാണെന്ന് പറയുമ്പോൾ CH3 ത്രൈസ് ആണ്. ആനയോണിൽ പ്രൈമറിയാണ് സ്റ്റേബിൾ, പക്ഷേ ലീസ്റ്റ് ഇവിടെ ഏതാണ്, ആനയോണിൽ പ്രൈമറിയാണ് ഇത് മോസ്റ്റ് സ്റ്റേബിൾ, പക്ഷേ ഇവിടെ ലീസ്റ്റ് ആയപ്പോൾ ആരായിട്ട് മാറി, ടെറിഷറി 3 ഉള്ളത് കൊണ്ട്.
അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്താണ്, മോർ ദ ആൽക്കൈൽ ഗ്രൂപ്പ് ലെസർ ദ സ്റ്റെബിലിറ്റി ഓഫ് ഏതായിരിക്കും കാർബൺ ആനയോൺ. അപ്പോൾ ഇത് നന്നായിട്ട് ഓർമ്മിച്ച് വെച്ചാൽ മതി, നമുക്ക് അവിടെ ആൻസർ കിട്ടും. അപ്പം നമ്മുടെ എടുക്കുന്ന ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുമ്പോൾ ഏതാണ്, ഡി ആണ് ഓപ്ഷൻ. എന്തുകൊണ്ടാണ് ഡി വന്നത്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഏതാണ് ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പോൾ ലെസർ ഇസ് ദ സ്റ്റെബിലിറ്റി ഓഫ് കാനോൺ. അപ്പോൾ മോർ ദി ആൽക്കൈൽ ഗ്രൂപ്പ് ലെസർ ഇസ് ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബാനയോൺ. അപ്പോൾ തിരിച്ച് നോക്കണം കാർബോ കാറ്റോണിൻ്റെയും കാർബോ ആനയോണിൻ്റെയും കേസ് വെച്ചിട്ട്. ഇനി അടുത്ത് ദ ഡിസ്റ്റിലേഷൻ ടെക്നിക് മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ ദി സെപ്പറേറ്റിംഗ് ഗ്ലിസറോൾ ഫ്രം ദി സ്പെൻഡ് ലൈൻ ഇൻ ദി സോഫ്റ്റ് ഇൻഡസ്ട്രി. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒറ്റയടിക്ക് തന്നെ നമുക്ക് ആൻസർ പറയാം. നമുക്ക് ഏതാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ ഏതായിരിക്കും, റെഡ്യൂസ്ഡ് പ്രഷർ. സിമ്പിൾ ഡിസ്റ്റിലേഷൻ അല്ല, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ല, പിന്നെ സ്റ്റീമല്ല. നമ്മൾ തിയറി പഠിച്ചപ്പോഴേ കണ്ടതാണ്. ഏതാണെന്ന് നമ്മളെടുക്കുന്നത് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. അപ്പം നമ്മൾ ഡി ആണ് ഏതെന്ന് പറയുന്നത് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. അപ്പോൾ നമുക്ക് നോക്കാം, ഗ്ലിസറോൾ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദി സ്പെൻഡ് ലൈൻ ബൈ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ബിക്കോസ് അണ്ടർ ദ നോർമൽ ഡിസ്റ്റിലേഷൻ ഗ്ലിസറോൾ ഹാവിങ് ഏതാണ് ബോയിലിംഗ് പോയിൻറ്റ് എത്ര ആയിരിക്കും, 290 ഡിഗ്രി സെൽഷ്യസ് മേ എന്ത് ചെയ്യാം, ഡീകമ്പോസ് ചെയ്ത് പോകാം. അതുകൊണ്ടാണ് നമ്മൾ ഏത് കണ്ടീഷനും ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നമ്മൾ പഠിക്കുന്ന തിയറി തന്നെ വരുന്ന കാര്യമാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഏതാണ് അതിൻ്റെ ആൻസർ, ഡി ആണ് വരുന്ന ആൻസർ. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് ഫോർ ദി ന്യൂക്ലിയോഫൈൽ. ഇവിടെ നമ്മൾ നോക്കുന്നത് നോട്ട് കറക്റ്റ് ആണ്. അപ്പം ഏതാണ്, അമോണിയ ഇസ് ന്യൂക്ലിയോഫൈലാണ്. ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ലോ ഇലക്ട്രോൺ ഡെൻസിറ്റി സൈറ്റാണ്. ന്യൂക്ലിയോഫൈൽ ആർ നോട്ട് ഇലക്ട്രോൺ സീക്കിംഗ് ആണ്. ന്യൂക്ലിയോഫൈൽ ഇസ് ലൂയിസ് ആസിഡാണ്. അപ്പം ന്യൂക്ലിയോഫൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ന്യൂക്ലിയോഫൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂക്ലിയസ് സീക്കിംഗ് ആണ് അല്ലേ. അപ്പോഴത്തേക്ക് അമോണിയയിൽ എന്താണ് ലോൺ പെയർ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് അമോണിയ ഏതായിരിക്കും, ന്യൂക്ലിയോഫൈലാകാം. ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്താണ് ലോ ഇലക്ട്രോൺ ഡെൻസിറ്റി സൈറ്റ് ആകാം. ന്യൂക്ലിയോഫൈൽ ആർ നോട്ട് ഇലക്ട്രോൺ സീക്കിംഗ് അല്ലെ, ന്യൂക്ലിയസ് സീക്കിംഗ് ആണ്. അപ്പോൾ ഏതാണ് ആൻസർ, ന്യൂക്ലിയോഫൈൽ ഈസ് ലൂയിസ് ആസിഡ്. അപ്പോൾ ലൂയിസ് ആസിഡ് നമുക്കറിയാം എന്താണ് ലൂയിസ് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ടെൻഡൻസി ടു എന്താണ് അക്സെപ്റ്റ് ഇലക്ട്രോൺ ആയിരിക്കും നമ്മൾ എടുക്കുന്ന ആൾ. അപ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അപ്പം ന്യൂക്ലിയോഫൈൽ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ഹെൻസ് ദേ ആർ ലൂയിസ് ബേസ് ആണ്. അപ്പം നമ്മൾ വരുമ്പോഴത്തേക്ക് ആൻസർ വരുമ്പോഴത്തേക്ക് ഏതാണ്, ന്യൂക്ലിയോഫൈൽ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിനെ അന്വേഷിച്ച് പോകുമ്പോൾ അവൻ എന്തുണ്ടായിരിക്കും, എക്സസ് ആയിട്ട് കുറേ എന്തുണ്ടായിരിക്കും, ഇലക്ട്രോൺ ഉണ്ടാകണം. എക്സ്ട്രാ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് അവൻ ആരായിട്ട് മാറി, ലൂയിസ് ബേസ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ അവർ തന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ന്യൂക്ലിയോഫൈൽ ഈസ് എ ലൂയിസ് ആസിഡ് എന്നാണ്. ലൂയിസ് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇലക്ട്രോണിനെ വാങ്ങുന്നവരെന്നാണ് അവർ പറയുന്നത്. അപ്പം ഓപ്ഷൻ ഏതാണ് നമ്മൾ എടുക്കുന്നത്, ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ മാറിപ്പോയത്, ക്വസ്റ്റ്യനിൽ വരുന്നത് നോട്ട് കറക്റ്റ് ആണ്. അടുത്തത് ലിക്വിഡ്സ് വിച്ച് ഡീകമ്പോസസ് ബിലോ ദെയർ നോർമൽ ബോയിലിംഗ് പോയിൻറ്റ് ക്യാൻ ഡിസ്റ്റിൽഡ് അറ്റ് ലോവർ ടെമ്പറേച്ചർ ബൈ. അപ്പം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അവിടെ ആൻസർ കിട്ടും. ലിക്വിഡ്സ് വിച്ച് ഡീകമ്പോസസ് ബിലോ ദെയർ ഏതാണ് നോർമൽ ബോയിലിംഗ് പോയിൻറ്റ് ക്യാൻ ബി ഡിസ്റ്റിൽഡ് അറ്റ് ലോവർ ടെമ്പറേച്ചർ ബൈ ഏത് കണ്ടീഷൻ നമ്മൾ നോക്കണം. ഇൻക്രീസിങ് ദ പ്രഷർ ആണോ, ഡിക്രീസിങ് ദ പ്രഷർ ആണോ, ഹീറ്റിംഗ് ഇൻ വാട്ടർ ബാത്ത് ആണോ, അല്ലെങ്കിൽ ഹീറ്റിംഗ് ദി സാൻഡ് ബാത്ത് ആണോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ലിക്വിഡ്സ് വിച്ച് ഡീകമ്പോസസ് ബിലോ ദെയർ ഏതാണ് നോർമൽ ബോയിലിംഗ് പോയിൻറ്റ് ക്യാൻ ബി ഡിസ്റ്റിൽഡ് ടു ലോവർ ടെമ്പറേച്ചർ. അപ്പോൾ ലോവർ ടെമ്പറേച്ചർ ആകണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രഷർ അവിടെ എന്ത് ചെയ്യണം, ഡിക്രീസ് അവിടെ ചെയ്യണം. അപ്പോൾ ആൻസർ വരുമ്പോഴത്തേക്കാണ് ബോയിലിംഗ് പോയിൻറ്റ് ഗെറ്റ്സ് ലോവർഡ് അറ്റ് ലോ പ്രഷർ. അപ്പോൾ ബി ആണ് നമ്മുടെ ഇത് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്ക് ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറേ ആൻസറൊക്കെ ഈസി ആയിട്ട് നമുക്ക് അവിടെ വരും. അടുത്തത് എ സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് ഏതാണ് ആൻ ഈക്വൽ നമ്പർ ഓഫ് ഏതാണ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി കാർബൺ ആറ്റം. അപ്പം ഇവിടെ 4 കോമ്പൗണ്ട് ഉണ്ട്. ആ 4 കോമ്പൗണ്ടിൽ ഏതാണ് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി കാർബൺ ഉള്ള കോമ്പൗണ്ട് ഏതാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഈ എടുക്കുന്ന എല്ലാത്തിനും സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാൻ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. പക്ഷേ നമുക്ക് ഇതിൽ ബി ആണ് കറക്റ്റ് ആൻസർ, മെസിറ്റിലീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. അപ്പം സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കറക്റ്റ് അവിടെ ആൻസർ കിട്ടും. അവിടെ എന്താണ് പ്രൈമറി കാർബൺ ഉണ്ട്, സെക്കൻഡറി കാർബൺ ഉണ്ട്, ടെറിഷറി കാർബണും അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ നമുക്ക് എന്ത് കിട്ടും, പ്രൈമറി ആണോ സെക്കൻഡറിയും ടെറിഷറിയും കാർബൺ ഉള്ളത് ഒരൊറ്റ കോമ്പൗണ്ടേ ഉള്ളൂ, ഏതാണ് മെസിറ്റിലീൻ. അപ്പം പക്ഷേ ഇതിൻ്റെ പ്രശ്നം നമ്മളെടുക്കുന്ന കോമ്പൗണ്ടിൻ്റെ എല്ലാം എന്ത് വരയ്ക്കാൻ അറിയണം, സ്ട്രക്ചർ വരയ്ക്കാൻ അറിയണം. അപ്പോൾ ഇതേ നമ്മൾ +1 പഠിച്ച കോമ്പൗണ്ട് എല്ലാം എന്ത് നമ്മൾ പഠിക്കണം, സ്ട്രക്ചർ നമ്മൾ നന്നായിട്ട് പഠിക്കുമ്പോഴത്തേക്ക് പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ക്വസ്റ്റ്യൻ അവിടെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ ഡയറക്റ്റ് ചോദിക്കാം. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ
അടുത്തത് ദ കറക്റ്റ് ഡിക്രീസിങ് ഓർഡർ ഓഫ് പ്രയോറിറ്റി ഫോർ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻ ദ IUPAC നെയിമിംഗ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചാണ് നമ്മൾ ആദ്യത്തെ 2-3 ക്വസ്റ്റ്യൻ നെയിമിങ് ചെയ്തത്. പ്രയോറിറ്റി എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ നമ്മൾ കുറേ ഫങ്ഷൻ ഗ്രൂപ്പോ സബ്സ്റ്റൻസ് ഗ്രൂപ്പോ ഉണ്ട്. അതിൽ എന്തുവാണ് അതനുസരിച്ച് അവരുടെ പ്രയോറിറ്റിക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തുവാണ് 4 ഇതൊക്കെ ഉള്ളൂ. SO3H COOH CONH2 ഗ്രൂപ്പും ആൽഡിഹൈഡ് ഗ്രൂപ്പൊക്കെ ഉള്ളൂ. അപ്പോൾ ഹാലജനും ആൽക്കീനും ആൽക്കൈനും OH അങ്ങനെ വരുന്ന വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നോക്കാവുന്നതാണ്. അപ്പം എപ്പോഴും പ്രയോറിറ്റി ഓർഡർ ഏതിനെന്നറിയാമോ? ആസിഡ് ഗ്രൂപ്പിനായിരിക്കും പ്രയോറിറ്റി ഹയസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെയാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏത് SO3H, പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് CONH2 ഗ്രൂപ്പ്, പിന്നെയാണ് ഏത് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അപ്പം പ്രയോറിറ്റി ഓർഡർ എപ്പോഴും ഹയസ്റ്റ് ഏതിനാണ് നമ്മൾ എടുക്കുന്നത്? ആസിഡ് ഗ്രൂപ്പ് COOH. അപ്പം നമ്മളെ ക്വസ്റ്റ്യനിൽ D ആണ് ഏതെന്ന് പറയുന്നത് കറക്റ്റായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം ഒരുപാട് ഫങ്ഷൻ ഗ്രൂപ്പ് വരാം. ആ ഫങ്ഷൻ ഗ്രൂപ്പ് അനുസരിച്ച് നമ്മൾ കോമ്പൗണ്ട് നെയിമിങ് കൊടുക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രയോറിറ്റി ഓർഡർ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം, അറിയണം. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കിടപ്പുണ്ട് പ്രയോറിറ്റി ഓർഡർ. അത് നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പേര് കൊടുക്കാനായിട്ട് അവിടെ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കാരിയസ് മെത്തേഡ് എസ്റ്റിമേഷൻ ഓഫ് halogens 250 mg of an organic compound gave 141 mg of ഏതാണ് AgBr, the percentage of bromine in the compound. അപ്പോൾ അവിടെ എന്താണ് ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് കാരിയസ് മെത്തേഡ് വെച്ച് നമുക്ക് എന്തുണ്ട് കണ്ടുപിടിക്കണം? പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഇതിൽ നമുക്ക് അറ്റോമിക് മാസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ എഴുതാം. എന്താണ് പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ ഈസ് ഈക്വൽ ടു എന്താണ് 80 ബ്രോമിൻ്റെ മാസ് ഡിവൈഡ് ബൈ എന്താണ് AgBrൻ്റെ മാസ് ആകുമ്പോൾ 188 വന്നു. മാസ് ഓഫ് AgBr ഫോംഡ് ക്വസ്റ്റൻ തന്നിട്ടുണ്ട് 141. മാസ് ഓഫ് സബ്സ്റ്റൻസ് ടേക്കൻ എത്രയാണ് 250 mg ഇൻറ്റു 100. സബ്സ്റ്റൻസ് നമുക്ക് എത്ര കിട്ടി? 24% കിട്ടി. അപ്പം നമ്മുടെ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? ഓപ്ഷൻ C ആണ് നമ്മുടെ ഏത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോഴത്തേക്ക് ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റൻ നമുക്ക് കിട്ടുന്നതാണ് ഏത് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ആ ഇക്വേഷൻസ് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കേണ്ട അവിടെ പറ്റും. ഇനി the best method for the separation of naphthalene and benzoic acid from their mixture. അപ്പം നാഫ്തലീനും ഉണ്ട്, പിന്നെ ഏതാണുള്ളത് നമ്മളെടുക്കുന്ന ബെൻസോയിക് ആസിഡും ഉണ്ട്. ആ മിക്സർ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സബ്ലിമേഷൻ ഉണ്ട്, ക്രൊമാറ്റോഗ്രാഫി ഉണ്ട്, ക്രിസ്റ്റലൈസേഷൻ ഉണ്ട്, പിന്നെ നമ്മളത്തേക്ക് ഡിസ്റ്റിലേഷൻ. ഇവിടെ നമ്മൾ നോക്കും ബെൻസോയിക് ആസിഡ് നാഫ്തലീൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് സബ്ലൈം ഓൺ ഹീറ്റിംഗ് ആൻഡ് ഹെൻസ് കനോട്ട് സെപ്പറേറ്റ് ബൈ ഏതാണ് സബ്ലിമേഷൻ. അപ്പം ഈ എടുക്കുന്ന 2 കോമ്പൗണ്ട് ഇനി സബ്ലിമേഷൻ ഡയറക്റ്റായിട്ട് വേപ്പറായിട്ട് പോകുന്നുണ്ട്, നമുക്ക് സബ്ലിമേഷൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ക്രൊമാറ്റോഗ്രാഫി ചിന്തിക്കേണ്ട. ബെൻസോയിക് ആസിഡ് സോലുബിൾ ഇൻ എന്താണ് വാം വാട്ടർ, ബട്ട് നാഫ്തലീൻ ഇസ് എന്താണ് നോട്ട്, ദെയർഫോർ ദേ ക്യാൻ സെപ്പറേറ്റ് ബൈ ഏതാണ് ക്രിസ്റ്റലൈസേഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഏത് മെത്തേഡാണ് നമുക്ക് ഇവിടെ നോക്കുന്നത്? ക്രിസ്റ്റലൈസേഷനാണ് അവിടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡിസ്റ്റിലേഷൻ നമുക്കറിയാം, രണ്ടിൻ്റെയും ബോയിലിംഗ് പോയിൻറ്റിൻ്റെ വ്യത്യാസം എന്നൊക്കെ നമുക്കറിയാം. പിന്നെ ക്രൊമാറ്റോഗ്രാഫി നമ്മളവിടെ മൊബൈലും എന്താണ് ഫേസും സോൾവൻറ്റ് ഫേസും നമുക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇത് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്രിസ്റ്റലൈസേഷൻ വഴി നമുക്ക് നോക്കാം. ഇനി വീണ്ടും പ്രോബ്ലമായിട്ടാണ് വരുന്നത്. 1 complete combustion of 0.246 gram of an organic compound gave 0.188 gram of CO2 and 0.1014 gram of H2O. The ratio of carbon and hydrogen atom in the compound. അപ്പം ഇവിടെ കാർബണിൻ്റെയും എന്താണ് ഹൈഡ്രജൻ്റെയും റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ കാർബണും ഹൈഡ്രജനും ഉള്ളപ്പോഴത്തേക്ക് CXHY പ്ലസ് X പ്ലസ് Y/4 ഇൻറ്റു O2 ഗീവ്സ്. ഈ ഇക്വേഷൻ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം, പഠിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ എഴുതാം. അപ്പോൾ ഇത് നമ്മൾ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ എത്ര ഗ്രാം കിട്ടി? 0.198 ഗ്രാം എന്താണ് കാർബൺ ഡൈ ഓക്സൈഡും 0.1014 ഗ്രാം വാട്ടറും കിട്ടി. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇക്വേഷൻ നമ്മൾ ചേഞ്ച് ചെയ്ത് നമ്മൾ നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് 44 ആണ്, വാട്ടറിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് 18 ആണ്. അപ്പോൾ നമ്മളതിൻ്റെ റേഷ്യോ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് X/Y/2 നമ്മൾ നോക്കുമ്പോൾ എത്ര കിട്ടി? 2/5 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റേഷ്യോ വരുമ്പോഴത്തേക്ക് 2:5. അപ്പോൾ നമ്മുടെ ഏതാണ് C ആണ് നമ്മുടെ ക്വസ്റ്റൻ ഏതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസർ. ഈ ഇക്വേഷൻ അവിടെ പഠിച്ചു വയ്ക്കണം. കാരണം നമുക്ക് മിക്സറിൽ കോമ്പൗണ്ടിൽ ഏതാണ് കാർബണും ഹൈഡ്രജൻ്റെ റേഷ്യോ ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ്. ഇനി അടുത്ത് വരുന്ന ക്വസ്റ്റ്യനിൽ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദി ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക്
കോമ്പൗണ്ടിൽ ബോയിലിംഗ് പോയിൻറ്റിൽ ഏറ്റവും ഹയസ്റ്റ് ആർക്കാണെന്നാണ് അറിയേണ്ടത്. അപ്പം ഹയസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം, ഇതിൽ OH ആണ് ഹൈഡ്രജൻ ബോണ്ട് വരുന്നത്. അപ്പം ബാക്കി ഒരിടവും അങ്ങനെ ഹൈഡ്രജൻ ബോണ്ട് വരുന്ന കോമ്പൗണ്ട് ഇല്ല. പിന്നെ ഇവിടെ ഇതിലും വരാം, മൂന്നാമത്തേലും വരാം. പിന്നെ ഇതിലെ COC ബോണ്ടാണ് ഈ ഓപ്ഷൻ. അപ്പോൾ ഇവിടെ എന്തില്ല, ഹൈഡ്രജൻ ബോണ്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ആലോചിക്കുമ്പോൾ ആൻസർ അവിടെ കിട്ടും. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് ബോയിലിംഗ് പോയിൻറ്റ് വരുന്ന ആർക്കായിരിക്കും, നമ്മൾ എടുക്കുന്നത് C2H5OH-നാണ്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നോക്കാം, ആൻസർ വരുമ്പോൾ ബോയിലിംഗ് പോയിൻ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡൈപോൾ മൊമെൻ്റ് അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഏതാണ്, ഹൈഡ്രജൻ ബോണ്ടിങ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ച് നമുക്ക് നോക്കാം. ഇത് വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഹയസ്റ്റ് ബോയിലിംഗ് പോയിൻറ്റ് വരുന്ന ആർക്കായിരിക്കും, നമ്മളെടുക്കുന്ന ആൽക്കഹോളിന്. അതിനുശേഷം ആർക്ക് വരെ നമ്മളെടുക്കുന്ന C2H5Cl, പിന്നെ ഇതോക്സിമീഥൻ, ലാസ്റ്റ് C2H5CH3 എന്ന് പറയുന്ന കോമ്പൗണ്ടും കിട്ടും. അപ്പം ഇവിടെ ഹയസ്റ്റ് വരുമ്പോഴത്തേക്ക് ഏർക്കാണ് നമുക്ക് എടുക്കുന്നത്, ആൽക്കഹോളാണ്. അപ്പോൾ ആൽക്കഹോൾ വരുമ്പോഴത്തേക്ക് DA ആണ് നമ്മുടെ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഐഡൻറ്റിഫൈ ദ കോമ്പൗണ്ട് ദാറ്റ് എക്സിബിറ്റ് ടോട്ടോമെറിസം. ഈ എടുക്കുന്ന ക്വസ്റ്റ്യനിൽ ആരാണ് ടോട്ടോമെറിസം കാണിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടോമെറിസം എല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ്, എന്താണ് ടോട്ടോമെറിസമെന്നും മെറ്റാമെറിസമെന്നും. അപ്പം ഇതിൽ 2-pentanone ആണ്. അപ്പം നോൺ ആണ് ഏതെന്ന് പറയുന്നത് ടോട്ടോമെറിസം കാണിക്കുന്ന സ്ട്രക്ചർ നമുക്ക് നോക്കാം. CH3CO, CH2, CH2, CH3. അപ്പോൾ ഇവിടെ എന്താണ്, ഇറ്റ് കണ്ടെയ്ൻ ആൽഫ ഹൈഡ്രജൻ ഓൺ ഏതാണ്, സാച്ചുറേറ്റഡ് കാർബൺ ഹൈഡ്. ഇറ്റ് ഷോ ഏതാണ്, ടോട്ടോമെറിസം. അപ്പം ഇവിടെ ഈ പറഞ്ഞത് എന്താണ്, CH3CO എന്ന് പറഞ്ഞാൽ എന്തുണ്ട്, ഒരു ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ളത് കൊണ്ട് അവൻ നമുക്ക് ഏത് കാണിക്കും, ഈ പറഞ്ഞ ടോട്ടോമെറിസം. ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തു, അല്ല കുറച്ച് ചോദിക്കാൻ പറ്റുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ഇനി എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ എന്ത് ചെയ്യും, വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും, ചാപ്റ്ററിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു ഐഡിയ കിട്ടും. ഇതിൽ നമ്മൾ പഠിപ്പിച്ച തിയറിയും പിന്നെ അതിൽ കുറേ ക്വസ്റ്റ്യൻസും വെച്ച് നിങ്ങൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഏകദേശം നമുക്ക് എന്ത് ചെയ്യും, ഐഡിയ കിട്ടും. പിന്നെ ഒരു കാര്യം കൂടെ അവിടെ ശ്രദ്ധിക്കണം, നമ്മൾ പഠിച്ചുള്ളതിൽ ഏതാണ് നോമൻക്ലേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, നോമൻക്ലേച്ചർ ചെയ്യുന്ന അവിടെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് ഇന്നത്തെ ക്ലാസ്. അപ്പം പഠിപ്പിച്ച തിയറി നന്നായിട്ട് വായിച്ച് നോക്കുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, ടെക്സ്റ്റ് ഒരു 2-3 തവണ വായിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് എല്ലാ ക്വസ്റ്റിനും ആൻസർ അവിടെ കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.